മലയാള സാഹിത്യത്തിലെ ആധുനിക സാഹിത്യത്തെപ്പറ്റി ആധികാരികമായ പഠനം സാധ്യമാക്കിയ ശ്രീ എ വി രാമകൃഷ്ണൻ. സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം, പാണന്റെ പാട്ട്, ഭൂമിയുടെ ഗൃഹപാഠം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ശ്രീ മണമ്പൂർ രാജൻ ബാബു. ഏറെ പ്രശസ്തമായ ഇന്ന് മാസികയുടെ പത്രാധിപരും പ്രസാധകനുമാണ്. മലയാള സമാന്തര മാസിക ചരിത്രം എന്ന ലിറ്റിൽ മാഗസിനുകളെ കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ച ഗവേഷകനും മാധ്യമപ്രവർത്തകനുമാണ് പ്രദീപ് പനങ്ങാട്. കവി, ബാലസാഹിത്യകാരി എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ് ശ്രീമതി NG നയനതാര. കേരള സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻസ് ഓഫീസറാണ്. എതിർദിശ എന്ന ശ്രദ്ധേയമായ സമാന്തര മാസികയുടെ പത്രാധിപരാണ് ശ്രീ സുരേഷ് എതിർദിശ. സംഗ്രഹം, നിയോഗം എന്നീ സമാന്തര മാസികകളുടെ പ്രസാധകനും പത്രാധിപരുമാണ് ശ്രീ KN ഷാജി. ശ്രീനാരായണ ഗുരു, MV ദേവൻ, ജോൺ എബ്രഹാം, TR എന്നിവരുടെ കൃതികൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ മാഗസിനുകളുടെ പങ്ക് എന്ന വിഷയത്തിൽ അധികരിച്ചുള്ള പാനൽ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ശ്രീ EV രാമകൃഷ്ണൻ മാഷെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു വിഷയം ഈ സാഹിത്യോത്സവത്തിൽ ചർച്ചക്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും ഇങ്ങനെ വലിയ വാർത്തയാവാത്ത ചെറിയ കാര്യങ്ങളെ പറ്റി നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യാറില്ല. വാസ്തവത്തിൽ ഈ ലിറ്റിൽ മാഗസിൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തെ പുതുക്കാൻ, മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിൽ ഏത് ഭാഷ എടുത്താലും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇംഗ്ലീഷിൻ്റെ ആധുനികത പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ പിറകിൽ ഇങ്ങനെയുള്ള വലിയ ചരിത്രങ്ങളുണ്ട് ലിറ്റിൽ മാഗസിൻസിൻ്റെ. അതുകൊണ്ട് ഇന്ന് ലിറ്റിൽ മാഗസിൻസ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുഖ്യധാര ഒരു പ്രത്യേക തരത്തിലുള്ള താല്പര്യങ്ങളുടെ, സ്ഥാപിത താല്പര്യങ്ങളുടെ, അല്ലെങ്കിൽ പ്രിന്റ് ക്യാപിറ്റലിസം എന്നൊക്കെ നമ്മൾ പറയുന്ന അച്ചടി മുതലാളിത്തം വന്നതോടെ വലിയ പ്രസാധകർ അവരുണ്ടാക്കിയെടുക്കുന്ന ചിലതരം ആശയലോകങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യധാര മാറുമ്പോൾ അതിനോട് ഒരു പക്ഷേ ഒരു എതിർപ്പുള്ള, പലതരത്തിലുള്ള വിയോജിപ്പുകളുള്ള വലിയ ഒരു വിഭാഗം എഴുത്തുകാരുണ്ടാവും. അപ്പോൾ ലിറ്റിൽ മാഗസിൻ അല്ലെങ്കിൽ ചെറിയ അത്തരം പ്രസിദ്ധീകരണങ്ങളിലൂടെ വന്നിട്ടുള്ളത് വിയോജിപ്പിൻ്റെ ഒരു വേദി തുറന്നിടുക. സംസ്കാരത്തിന് അത് വളരെ വളരെ ആവശ്യമാണ്. ഒരുതരം പരീക്ഷണാത്മകമായിട്ടുള്ള പല രചനകളും നമുക്കറിയാം. അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം മലയാളത്തിലൊരു വലിയ സാഹിത്യ പ്രസിദ്ധീകരണം അവർ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചു. അത് ദേശബന്ധു വാരിക എന്ന് പറഞ്ഞൊരു ചെറിയ പ്രസിദ്ധീകരണത്തിലാണ് വന്നത്. അതുപോലെ ഇവിടെ ഷാജിയും പ്രദീപും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെയൊക്കെ ചരിത്രം വളരെ വിശദമായിട്ട് അറിയാം. ഈ പരീക്ഷണാത്മകതയെ, അവാങ്കാർഡ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന അത്തരം രചനകളെ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് തുറന്നു കിട്ടണമെങ്കിൽ, ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും അതിൻ്റെ ഒരു നീണ്ട ചരിത്രം കുറേയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. മേക്കിംഗ് ഇറ്റ് ന്യൂ എന്നൊരു മോഡേണിസ്റ്റെ പറ്റി ഞാൻ എഴുതിയ പുസ്തകത്തിൽ അതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. നമ്മൾ ഒരു 4 ഘട്ടമായിട്ട് 4 ആശയങ്ങൾ. ആദ്യം എനിക്ക് പറയാനുള്ളത്, സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥയെ, ലിറ്റിൽ മാഗസിൻസ് ഏത് തരത്തിൽ, അതിൻ്റെ ഒരു നേട്ടങ്ങൾ എന്താണ്. ആദ്യത്തെ ഓരോ എൻ്റെ പാനലിലുള്ള എല്ലാവരും അവരുടെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിന് ലിറ്റിൽ മാഗസിൻസ് ഏത് തരത്തിലുള്ള, അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വളരെ, നമ്മൾക്കതിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പിന്നീട് പറയാം. പ്രസക്തിയെ പറ്റി ആദ്യം പറയാം. അത് കഴിഞ്ഞ് അത് ഏത് തരത്തിലുള്ള ഭാവുകത്വങ്ങളെയാണ്
തുണച്ചത്, അതിലൂടെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള അതിനെപ്പറ്റി രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാം. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഇനി ഒരു ഡിജിറ്റൽ ലോകത്തിൽ ലിറ്റിൽ മാഗസിൻസ് ഏതുതരം ഭാവിയാണ് നമ്മൾക്ക് മുന്നിലുള്ളത്, അതിനെപ്പറ്റി നമ്മൾക്കൊരു നാലാം ഘട്ടത്തിൽ പറയാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട്, ഞാൻ പ്രദീപിനോട് ആദ്യം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലിറ്റിൽ മാഗസിൻസ് മലയാള ഭാവുകത്വത്തിന്, മലയാള സാഹിത്യത്തിന്, അതുപോലെ ഇന്ത്യൻ സാഹിത്യത്തിനൊക്കെ ഉള്ള നേട്ടങ്ങൾ, അതിൻ്റെ ഒരു പ്രസക്തിയെ പറ്റി എന്താണ് പറയാനാവുക? സത്യത്തിലെ ഇ വി രാമകൃഷ്ണ മാഷ് ഇങ്ങനൊരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ അടുത്ത കാലത്ത് ഈ ലിറ്റിൽ മാഗസിൻ്റെ ഭാവിയൊക്കെ ഇല്ലടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ലിറ്റിൽ മാഗസിനുമായിട്ട് കഴിഞ്ഞ 2-3 വർഷക്കാലമായി പ്രത്യക്ഷപ്പെട്ട ആളാണ് രാമകൃഷ്ണ മാഷ്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ഇനിയും ലിറ്റിൽ മാഗസിൻ്റെ ചരിത്രം കഴിഞ്ഞു, ഇനിയിപ്പം അങ്ങനൊരു ചരിത്രത്തിനൊന്നും സാധ്യതയില്ല, ഇനിയിപ്പം ഡിജിറ്റൽ കാലം വന്നു, നമുക്ക് അത്തരത്തിലുള്ള ഡിജിറ്റൽ മാഗസിനിലേക്കാണ് നമ്മളിനി കടന്നു പോകേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷും നമ്മുടെ ഷാജിയും കൂടെ ചേർന്നിട്ട് അന്യോന്യം എന്ന് പറയുന്ന ഒരു മാസിക ഇറക്കിയത്. സത്യത്തിൽ ഈ അന്യോന്യം എന്ന് പറയുന്ന ഈ മാസിക ഈ പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാന്തര മാസികയായി തന്നെ നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം 1960-കളിലെ എം ഗോവിന്ദൻ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന, എം ഗോവിന്ദന്റെ ഭാവനയിൽ ഉണർന്നുകൊണ്ടിരുന്ന സമീക്ഷ എന്ന മാസികയുടെ മറ്റൊരു തുടർച്ചയായിട്ടാണ് ഇപ്പം ഈ അന്യോന്യം മലയാളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കണ്ടന്റിനോടും അതിൻ്റെ മറ്റു പല കാര്യങ്ങളോടും അതിൻ്റെ ഭാഷയോടും ഒക്കെ തന്നെ വിയോജിപ്പുണ്ട്. അത് ഞാൻ മാഷോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഡിജിറ്റൽ കാലത്ത് എങ്ങനെ ഒരു ലിറ്റിൽ മാഗസിൻ ഇങ്ങനെ പുതിയ ഭാവുകത്വത്തെയും പുതിയ ആശയങ്ങളെയും പുതിയ ജീവിതത്തെയും പുതിയ കലയെയും പുതിയ അനുഭവങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു പുതിയ ഒരു സമാന്തര മാസിക നടത്താം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു വലിയൊരു അന്വേഷണവും അതിൻ്റെ ഒരു സാഫല്യവുമാണ് ഈ അന്യോന്യം എന്ന് പറയുന്ന ഈ മാസിക. കാരണം അന്വേഷണത്തിന്റെ എം ഗോവിന്ദൻ 1960-കളിൽ നടത്തിയ, ഞാനിപ്പോഴും ഒരിക്കൽ മാഷോട് പറയുന്നുണ്ട്, അന്ന് 1960-കളിൽ നമ്മുടെ എം ഗോവിന്ദൻ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ മറ്റൊരു വലിയ തുടർച്ചയും മറ്റൊരു വലിയൊരു സഫലീകരണമാണ് ഈ അന്യോന്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ഗോവിന്ദൻ അനുഭവിച്ച പോലെയുള്ള ചില സാമ്പത്തിക പ്രതിസന്ധികള്, ചില രാഷ്ട്രീയ പ്രതിസന്ധികളെ, ആശയമായ പ്രതിസന്ധികളൊക്കെ ഇതും അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ മാഷോട് അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇത്രയും കാലം 2-3 വർഷക്കാലമായിട്ട് ഈ മാസിക നടത്തിക്കൊണ്ട് അത് വലിയൊരു നമ്മളത് ഈ നമ്മുടെ ഇന്നത്തെ ചർച്ച, ഈ ലിറ്റിൽ മാഗസിനെ കുറിച്ചുള്ള ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മളതിനെ കാണാം. അതിന് ഷാജിയെ പോലെയുള്ള ഒരാള്, ഷാജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഷാജിയെ പോലെ ഒരാള് അതിന് മാഷക്ക് പിന്തുണ നൽകുന്നു. മാഷ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരെ, സച്ചിദാനന്ദൻ തുടങ്ങി, എന്നാൽ പുതിയ കാലത്തെ എഴുത്തുകാരെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാസികയാണ് ഈ അന്യോന്യം എന്ന് പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യം, അതിന്റെ മുൻകാലത്തേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ലിറ്റിൽ മാഗസിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ അക്കാലത്തെ മുഖ്യധാര മാസികകളും പ്രസിദ്ധീകരണങ്ങളും എന്തുകൊണ്ട് റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ തിരസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു ആശയങ്ങളെയും അന്നത്തെ അനുഭവങ്ങളെയും അന്നത്തെ സർഗാത്മകതകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ ലിറ്റിൽ മാഗസിനുകൾ 1960-കളിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നതാണ് യഥാർത്ഥം. കാരണം ഒരു തിരിച്ചുവരവിന്റെ കാലത്തെക്കുറിച്ചാണ് അവർ അന്വേഷിച്ചത്. കാരണം നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. 1950-കൾ മുതൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി. ഇവിടെ പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങൾ വന്നു, പുതിയ തരത്തിലുള്ള സാഹിത്യ ആശയങ്ങൾ വന്നു. ഈ സാഹിത്യ ആശയങ്ങളെയും ഈ സാഹിത്യ ചിന്തകളെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത്
കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇല്ലാതിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുകൊണ്ടാണ് എം ഗോവിന്ദൻ ആദ്യം നവസാഹിത്യം തുടങ്ങി 1940കളുടെ അവസാനമാണെന്ന് തോന്നുന്നു, അല്ലെ? 40കളുടെ അവസാനം എടശ്ശേരി ഗോവിന്ദനും CJ തോമസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അതൊന്നും പ്രാപ്തിയിലെത്താതെ കൊണ്ടാണ് ഗോവിന്ദൻ തന്നെ സമീക്ഷ എന്ന് ആരംഭിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് പുതിയൊരു ആശയവും പുതിയ ലോകവും കണ്ടുപിടിക്കണം, കണ്ടെത്തണം എന്നുള്ള വളരെ വാശിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ലോകത്തേക്കും സമാന്തര മാസികകളിലേക്കും ഈ ഗോവിന്ദനെ പോലുള്ള ആൾ, ഗോവിന്ദൻ, CJ തോമസ് തുടങ്ങിയ ആളിലെത്തിയതിന് പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മുടെ അത് നമ്മുടെ സാഹിത്യത്തെ നവീകരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. സാഹിത്യം നവീകരിക്കുകയും നമ്മുടെ രാഷ്ട്രീയത്തെ നവീകരിക്കുകയും നമ്മുടെ സാമൂഹ്യ ബോധത്തെ നവീകരിക്കുകയും നമ്മുടെ കലാചിന്തകളെ നവീകരിക്കുകയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വളരെ സമഗ്രമായ ഒരു സാമൂഹ്യ ദർശനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ലിറ്റിൽ മാഗസിൻ ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി കാര്യത്തിൽ നമുക്ക് എത്താം. വളരെ ശരിയാണ്. പ്രത്യേകിച്ചും KCS പണിക്കര മാതിരിയുള്ള വലിയ ചിത്രകാരന്മാരൊക്കെ എം ഗോവിന്ദന്റെ ഒപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഗോപുരം, പിന്നീട് സമീക്ഷ, ഇതൊരു വലിയ തുടർച്ചകൾ ഉള്ള ഒരു പ്രസ്ഥാനം കൂടിയാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. 41ഓളം വർഷങ്ങളായി ഇന്ന് എന്ന ഒരു ലിറ്റിൽ മാഗസിൻ നടത്തുന്ന ശ്രീ മണമ്പൂർ രാജൻ ബാബുവിന് ഈ രംഗത്തെ പറ്റി ധാരാളം ഉൾക്കാഴ്ചകൾ ഉണ്ടാവും. അതിൻ്റെ ഈ ചർച്ചയിൽ താങ്കളുടെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ വി രാമകൃഷ്ണൻ പ്രത്യേകം നന്ദി. തീർച്ചയായും അക്കാദമി ഇതിനു മുമ്പും ലിറ്റിൽ മാഗസിനുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഷാജിയും അതുപോലെ പ്രദീപൊക്കെ അന്ന് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. എനിക്ക് പറയാനുള്ളത് ലിറ്റിൽ മാഗസിൻ എന്ന് പറയാവുന്ന ഒരു പദവി ഒന്നും ഇല്ലൻ്റ് മാഗസിന് ഇല്ല, വളരെ ചെറുതാണ്. പക്ഷെ അത് വളരെയധികം ആളുകളിൽ എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഷ് പറഞ്ഞ പോലെ അത് 43ാം വർഷത്തിലാണ്. ഈ പുതിയ ലക്കം ഇപ്പോൾ DTPക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത്, ഫെബ്രുവരി ലക്കം. അപ്പോൾ അങ്ങനെ നിലനിൽക്കുക എന്നതും പ്രധാനമാണ്. കൊച്ചുമാസികകളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഉത്തുംഗമായ ആശയങ്ങൾ അതിലുണ്ടാവും, നവീനമായിരിക്കും, പുതുമ ഉണ്ടായിരിക്കും. പക്ഷേ വളരെ പെട്ടെന്ന് അത് മങ്ങടിഞ്ഞു പോകും. അതാണ് സഹിക്കാൻ വയ്യാത്ത അനുഭവം. ഒരു പക്ഷേ ഒരു രൂക്ഷശില ആയി വഴിപോക്കനെ കാല് മുറിക്കുന്നതിനേക്കാൾ ഒരു മിന്നൽ പിണറായിക്കൊണ്ട് ഇവിടെ പാറയുണ്ട് സൂക്ഷിച്ചു പോകണം എന്ന് പറയുന്ന മിന്നൽ പിണറിന്റെ ഒരു ദൗത്യമാണ് ഈ ചെറിയ മാസികകൾ ചെയ്യുന്നത്. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരെണ്ണം ഉണ്ടാവും. ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളുടെ തിരോധാനങ്ങൾക്ക് ഇടയിൽ വരുന്ന സാംസ്കാരിക സേതുബന്ധനം വളരെ പ്രധാനമാണ്. അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ കൊച്ചുമാസികൾക്ക് ചെയ്യാൻ പറ്റും. അതിലേറ്റവും പ്രധാനം ഇത് വിൽപ്പനയ്ക്കുള്ളത് അല്ല. കച്ചവട താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഏത് പുതിയ എഴുത്തുകാരിയുടെ ഏറ്റവും നല്ല രചന അച്ചടിക്കാൻ പേടിക്കേണ്ടതില്ല. എഴുത്തുകാരിയുടെയോ പേരിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇത് വിൽപ്പനയ്ക്കുള്ളത് അല്ലാത്തത് കൊണ്ട്. കൊച്ചുമാസിക നടത്തി മരിച്ചുപോയ പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. നോബൽ പുരസ്കാരം നേടിയിട്ടുള്ള സർ ഐസക് ബാഷേവ് സിംഗർ എഴുതിയ ഒരു കഥയുണ്ട്. അത് കൊച്ചുമാസിക നടത്താനായി ജീവിച്ചു മരിച്ച സീൻവെൽ ഗാർഡനറെ കുറിച്ചാണ്. അദ്ദേഹം പുതിയ ആശയങ്ങളും പുതിയ സ്വപ്നങ്ങളും ലോകത്തിന് കൊടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം. പക്ഷേ പ്രതിബന്ധങ്ങൾ കാരണം ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവസാനം തെരുവിൽ കിടന്ന് മരിക്കുകയും മാസിക അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെ ഒരു ദൗത്യമുണ്ട്. ഒരുതരം ചാവേർപ്പണിയാണ് കൊച്ചുമാസികയുടെ പണി. ഒരുതരം സ്വയം ഹത്യ പോലെ തന്നെ കണക്കാക്കണം. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്, അത് ചെറുതല്ല. ഞാൻ ഇല്ലൻ്റ് മാസികയിൽ നടത്തുന്ന ഈ ലിറ്റിൽ മാഗസിൻ എന്നൊക്കെ പറയാവുന്ന ഒരു അന്തസ്സൊന്നും അതിനില്ല. പക്ഷേ അതിന് ഒരു കഥയുണ്ട്. അത് എൻ്റെ ഗ്രാമത്തിലെ ഒരു കയ്യെഴുത്തു മാസിക ഉണ്ടായിരുന്നു. അത് 5 വർഷം 60 ലക്കം ഇറക്കിയ ഒരു അനുഭവമുണ്ട്. JR പ്രസാദിന്റെ മാഗസിൻ ഉണ്ടായിരുന്നു. അതേപോലെ അനേകം മാസികകൾ കയ്യെഴുത്ത് മാസികകളാണ്. കയ്യെഴുത്ത് മാസിക നടത്തുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യവും അതുപോലെ തന്നെ ക്ഷമയും
കൊണ്ടാണ് നമുക്കിതിനെ നേരിടാൻ പറ്റുന്നത്. ഈ 43-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഉത്കൃഷ്ടമായ ലിറ്റിൽ മാഗസിനുകൾ നിലനിൽക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് മറുപടിയുമുണ്ട്. ആ മറുപടി എന്ന് വെച്ചാൽ, അതിഗംഭീരനായ ഒരു എഡിറ്ററായിരിക്കും അത് ചെയ്യുന്നത്, പക്ഷെ അവിടെ ഒരു നല്ല മാനേജിങ് എഡിറ്റർ ഉണ്ടാവില്ല. എത്ര ഉത്തുംഗമായ ആശയങ്ങൾ ഉണ്ടെങ്കിലും ഇത് ജനങ്ങളിൽ എത്തണമല്ലോ. അതിന് ശരിക്കും പറഞ്ഞ കച്ചവട മനസ്ഥിതിയൊന്നും വേണ്ട, പക്ഷേ ഇത് വിൽക്കാനുള്ളതാണ് എന്ന വിചാരത്തോടു കൂടി, സൗജന്യമായി നൽകുന്ന പ്രസിദ്ധീകരണവും വിൽക്കാനുള്ളതാണ് എന്ന ഒരു വിചാരത്തിൽ അത് രൂപകൽപ്പന ചെയ്യണം. എങ്കിൽ മാത്രമേ പറ്റൂ. ഈ നല്ല മാനേജിംഗ് എഡിറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒക്കെ നിലച്ചു പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലാഭമൊന്നും കിട്ടണ്ട, പക്ഷേ ഈ അച്ചടി ചെലവെങ്കിലും കിട്ടാനുള്ള ഒരു തന്ത്രം അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ആത്മപ്രശംസയാണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ പറയും, എൻ്റെ മാഗസിൻ്റെ ലിറ്റററി എഡിറ്റർ, മാനേജിംഗ് എഡിറ്ററും ഒക്കെ ഞാൻ തന്നെ. ഒരുതരം ചാവേർപ്പണി തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് അത് നിലനിൽക്കുന്നു. ചെറുപ്പക്കാർ പലപ്പോഴും 2-3 പേര് കൂടി ഒരു കൊച്ചു മാസിക തുടങ്ങും, കുറച്ചു കാലം അത് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഓരോരുത്തർക്ക് തോന്നും അവൻ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇവൻ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്ന വെച്ചാൽ ഈ 2 മാസികയും ചത്തുപോകും. എന്നിട്ട് ഈ 2 പേരും പത്രാധിപന്മാരായി വേറെ മാഗസിനുകൾ വരും. അതിൻ്റെ വിധി എന്തെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതാവും. അപ്പൊ അങ്ങനെയല്ല, നമുക്കൊരു വ്യക്തമായ ലക്ഷ്യം വേണം. അതുപോലെ തന്നെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതാണ്. പ്രതിഫലം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ ലിറ്റിൽ മാഗസിനുകൾക്ക്. അപ്പൊ എന്ത് കൊടുക്കാൻ പറ്റും എഴുത്തുകാർക്കും വായനക്കാർക്കും? ഒരേ ഒരു സംഗതിയേ ഉള്ളൂ കൊടുക്കാൻ, സ്നേഹം. അത് കൊടുത്താൽ 100 ഇരട്ടി തിരിച്ചു കിട്ടും എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. മാത്രമല്ല, ഇല്ലൻ മാസികയിൽ ക്യാപ്സ്യൂൾ ലിറ്ററേച്ചറാണ് വരുന്നത്. വളരെ 5-6 വരിയുള്ള സാധനങ്ങളാണ്. വലിയ പ്രഗത്ഭരായ എഴുത്തുകാർ വരെ അങ്ങനെ എഴുതി തന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അഴീക്കോട് മാഷുള്ളപ്പോൾ അഴീക്കോടായാലും MT ആയാലും അവർക്ക് കത്ത് എഴുതുമ്പോൾ അതിനകത്ത് മറുപടി അയക്കാനായിട്ട് ഒരു കവറും ഒരു കടലാസും എഴുതും. ആ കടലാസിൽ ഒരു ചെറിയ ബോക്സ് വരയ്ക്കും. ഇതിനുള്ളിൽ ഒതുക്കാനായാൽ സന്തോഷം. MT ഉൾപ്പെടെ, വിഖ്യാതനായ എഴുത്തുകാരൻ MT ഉൾപ്പെടെ, OV വിജയൻ ഉൾപ്പെടെ, അതുപോലെ അഴീക്കോട് മാഷ് ഉൾപ്പെടെ ഉള്ളവർ ആ ചെറിയ കടലാസിലെ ചെറിയ ഇടത്ത് ഒതുക്കിക്കൊണ്ട് രചനകൾ തരുമായിരുന്നു. ആ വാത്സല്യം, അത്തരം എഴുത്തുകാരുടെ വാത്സല്യവും വായനക്കാരുടെ പിൻപറ്റലുമാണ് ഒരുപക്ഷെ ഈ മാഗസിനെ 43-ാം വർഷത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും നേരിടുന്ന ഒരു വിപത്തുണ്ട്. അതെന്ന് വെച്ചാൽ, ഇതിന്റെ രജിസ്ട്രേഷൻ എല്ലാ വർഷവും പുതുക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ മുഴുവൻ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രസിദ്ധീകരണങ്ങളും. എൻ്റെ മാഗസിന്റെയും പോസ്റ്റൽ കൺസെഷനൊക്കെ പോയി രജിസ്ട്രേഷൻ പുതുക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഒരുതരം വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഈ മാഗസിനുകളെ, അക്ഷരത്തെ, സംസ്കാരത്തെ സമീപിക്കുന്നത്. ഇതൊന്നും വേണ്ട എന്നവർ വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് 25 പൈസയ്ക്ക് പോസ്റ്റൽ കൺസെഷനോടുകൂടി 25 പൈസയ്ക്ക് അയച്ചിരുന്ന മാഗസിൻ ഇപ്പോൾ അയക്കുന്നത് 4 രൂപയ്ക്കാണ്, 16 ഇരട്ടി. അങ്ങനെയെങ്കിലും ഇത് നിർത്തട്ടെ എന്നവർ വിചാരിക്കുന്നുണ്ടാവും. അത് നിന്ന് പോകണമെങ്കിൽ ഞാൻ ചത്തുപോകണം. അതുകൊണ്ട് ഞാൻ 4 രൂപയുടെ സ്റ്റാമ്പ് പതിച്ച് ആളുകൾക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ഫ്രീ കോപ്പികൾ നിർത്തേണ്ടി വരും, അല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ഇത്തരം ഈ പ്രതിബന്ധങ്ങളെ കൂടി അതിജീവിക്കാൻ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം ഇത്രയും പറയുന്നു. പിന്നീട് ഇടപെട്ട് സംസാരിച്ചോളാം. നന്ദി. ശ്രീ സുരേഷ് പയ്യന്നൂരിൽ നിന്ന് കുറെ കാലമായിട്ട് എഴുതുദിശ എന്നൊരു മാസിക ഇറക്കുന്നുണ്ട്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഇതിന്റെ പ്രസക്തിയെ പറ്റി സുരേഷ്. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരു 15-16 വയസ്സ് മുതൽ വായന വല്ലാതെ പിടികൂടിയിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരേ ഒരു അർത്ഥം, ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം അതാണ് എന്ന് പോലും തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് മലയാളത്തിലെ മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആനുകാലികങ്ങളൊക്കെ വായിച്ചാലും പിന്നീടും ആഴ്ചയിൽ സമയം ബാക്കിയുണ്ട്. ഇന്നിപ്പോ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 3 ജില്ലകളിലെങ്കിലുള്ള പ്രധാനപ്പെട്ട പുസ്തകശാലകളിൽ കിട്ടാവുന്ന സമാന്തരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആനുകാലികങ്ങളൊക്കെ മറ്റൊരാവശ്യവുമില്ലാതെ ഈ നഗരങ്ങളിൽ പോയി വാങ്ങുന്ന
ചില വർഷങ്ങൾ ആ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു ഘട്ടം വന്നപ്പോ ചില കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാം എന്ന് തോന്നിയ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്താണ് എന്നൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് ഒരു പ്രസിദ്ധീകരണം തുടങ്ങലാണ്. അതിനു മുമ്പ് പാരലൽ അധ്യാപനം ഉൾപ്പെടെ ചില ബിസിനസ് ഉൾപ്പെടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് ഒരു ആത്മാവിഷ്കാരം എന്ന നിലയിൽ ആദ്യമായിട്ട് ചെയ്ത പ്രവർത്തനം എതിർദിശയുടെ പ്രവർത്തനമായിരുന്നു. തീർച്ചയായിട്ടും വലിയ ആഗ്രഹങ്ങൾ, വലിയ ആശയങ്ങൾ, എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട വലിയ ആദർശങ്ങൾ അങ്ങനെ ഒരു മാസിക തുടങ്ങുന്നതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ മാസിക തുടങ്ങിയപ്പോ മനസ്സിലായൊരു കാര്യം, എന്റെയൊക്കെ കൗമാരവും യൗവനാരംഭവും ഉണ്ടായിരുന്നത് പോലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം, വായനയുടെ അന്തരീക്ഷം, സാഹിത്യത്തിന്റെയും സാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെയും അന്തരീക്ഷം ആയിരുന്നില്ല. 10-32 വയസ്സിലൊക്കെ ഞാനൊരു പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോഴേക്കും ഉണ്ടായിരുന്നത്. അത് തുടങ്ങിയപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മാഷും പിന്നീട് പ്രദീപ് പനങ്ങാടൊക്കെ പറഞ്ഞതുപോലെ ഈ ഭാവുകത്വത്തിന്റെ മേഖലയിൽ ഭാവുകത്വത്തിന്റെ രംഗത്ത് വരുന്ന വലിയ കുതിപ്പുകൾ, വിച്ഛേദങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പരിഗണിക്കുകയോ ചെയ്യാതിരുന്നൊരു കാലത്താണ് എം ഗോവിന്ദനെയൊക്കെ പോലുള്ള ആളുകൾ അനിവാര്യരായി തീർന്നത്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിന്റെ സംസ്കാര ചരിത്രത്തിന്റെ ഭാഗം തന്നെയായി തീർന്നത്. പക്ഷെ ഞങ്ങളൊക്കെ പ്രസിദ്ധീകരണം തുടങ്ങുമ്പോഴേക്കും വന്നൊരു മാറ്റം, എല്ലാത്തരം ആന്റി എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള ആശയങ്ങളെയും മുഖ്യധാര തന്നെ സ്വാംശീകരിച്ചിരുന്നു. ഈ ഏത് തരം റവല്യൂഷണറി ഭാവുകത്വത്തെയും ആശയങ്ങളെയും നിലപാടുകളെയും ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പല്ലും നഖവും ഒക്കെ കൊഴിച്ചുകൊണ്ട് അതിനെ തന്നെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് ആവിഷ്കരിക്കാനുള്ള സവിശേഷമായ മിടുക്ക് ഒരു 10-20 വർഷം മുമ്പെങ്കിലും മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങൾ. അത് മാധ്യമങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടൊരു പ്രവണതയാണ് എന്ന നിലയിലല്ല പറയുന്നത്. അതുകൊണ്ട് ഒരു ചുള്ളിക്കാടിനോ സച്ചിദാനന്ദനോ എം ഗോവിന്ദനോ ആനന്ദിനോ പോലുള്ള എഴുത്തുകാർക്ക്, അല്ലെങ്കിൽ അവരുടെ ഭാവുകത്വത്തെ പിന്തുടർന്ന പുതിയ എഴുത്തുകാർക്ക് മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്നില്ല. അവരെന്ത് വ്യവസ്ഥാവിരുദ്ധമായ സാഹിത്യം എഴുതിയാലും അത് സ്വീകരിക്കാൻ മുഖ്യധാര തന്നെ തയ്യാറായിരുന്നു 10-20 വർഷം മുമ്പ് മുതലെങ്കിലും. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ നേരിട്ട ഒരു പ്രതിസന്ധി, പിന്നെ എങ്ങനെയാണ് ഒരു പ്രസിദ്ധീകരണത്തെ സമാന്തരമായി നിർത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ എത്ര തന്നെ മറ്റൊരു വിഷയം ആ ഘട്ടമാകുമ്പോഴേക്കും സാങ്കേതിക വിദ്യ വല്ലാതെ വികസിച്ചു. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു സംക്രമണവും മാതൃഭൂമി ആഴ്ചപ്പതിപ്പും തമ്മിലുള്ള വ്യത്യാസം എതിർദിശയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പും തമ്മിൽ ഇല്ലാതായി കാഴ്ചയിൽ. കാരണം നമുക്ക് നമ്മുടെ ഓഫീസിലിരുന്ന് പയ്യന്നൂരിലെ ഒരു കുടിസ് മുറിയിലിരുന്നിട്ട് ഇന്ത്യ ടുഡേ ഒക്കെ മത്സരിക്കുന്ന ഒരു മാസിക ഇറക്കാൻ പണിയുണ്ടായിരുന്നില്ല സാങ്കേതികമായ അർത്ഥത്തില്. അച്ചടി, കളർ അച്ചടി എല്ലായിടത്തും വ്യാപിച്ചു. DTP എല്ലാ ഓഫീസിലും ഒരേപോലെയാണ്. പ്രിന്റിംഗ് പ്രസ്സുകൾ വ്യാപകമായി. അതുകൊണ്ട് നമുക്ക് പണമുണ്ടെങ്കിൽ ഈ ഒരു മൾട്ടി കളറിൽ വളരെ ആകർഷകമായിട്ട് ഇംഗ്ലീഷ് മാഗസിനുകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ ഞങ്ങൾക്കും സമാന്തര പ്രസിദ്ധീകരണങ്ങൾക്കും ചെയ്യാമെന്ന് വന്നു. അതുകൊണ്ട് കാഴ്ചയിലോ ഉള്ളടക്കത്തിലോ ഒന്നും സമാന്തരമെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ആരംഭം മുതലെങ്കിലും വലിയ വെല്ലുവിളിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ എതിർദിശയൊക്കെ അതിനെ അതിജീവിച്ചത് ഭാവന കൊണ്ടായിരുന്നു. പുതിയ പുതിയ ആശയങ്ങളെ എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ എഡിറ്റർമാർക്കൊന്നും ഒരുപക്ഷെ തോന്നാനിടയില്ലാത്ത, അതുവരെ തോന്നിയിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഉള്ളടക്കങ്ങളായിട്ട് സ്വീകരിച്ചിട്ട് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ മുഖ്യധാര തന്നെ ഏറ്റെടുക്കും. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. അത് ഞാനൊരു അവകാശവാദമായിട്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല.
അപ്പൊ ഈ ഭാവനയുടെ വലിയ ഒരു സവിശേഷമായുള്ള സഞ്ചാരത്തിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിലൂടെ ഒക്കെയാണ് എതിർദിശ അതിന്റെ ആരംഭകാലത്ത് ഈ വ്യത്യസ്തത നിലനിർത്തിയത്. പക്ഷെ അങ്ങനെ അത് തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ തുടക്കം കുറിച്ച ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില അഭിമുഖങ്ങൾ ഇതൊക്കെ പിന്നീട് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് എന്തെങ്കിലും ഒരു അവകാശവാദത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, പക്ഷെ വളരെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും ഈ ഒരു ചെറിയ സംസാരത്തിലേക്ക് പോകുന്നില്ല. ആദ്യഘട്ടത്തിലെ ഹ്രസ്വമായ സംസാരമാണ്. അതുകൊണ്ട് ഒരു സമാന്തര മാസിക എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ മാത്രം തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഏതാണ്ട് ഒരു പ്രളയകാലം വരെ, ഒരു 4-5 വർഷം മുമ്പ് വരെ സാമാന്യം നന്നായിട്ട് തന്നെ മിക്കവാറും മുഖ്യധാരാ മാധ്യമങ്ങൾ കിട്ടുന്ന എല്ലാ സ്റ്റാളുകളിലും കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്കൊക്കെ മുന്നേറാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഞങ്ങളൊക്കെ നേരിട്ട ഒരു ആഹ്ലാദം എന്ന് പറയുന്നത്, നേരത്തെ അതിവിടെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞു, അത് മണമ്പൂരും പറഞ്ഞു, മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചോ ഇതിലെഴുതിയാൽ കിട്ടുന്ന പ്രചാരത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ, അവരാലോചിക്കുന്നുണ്ടാവും, പക്ഷെ ആലോചനയെ റദ്ദു ചെയ്യുന്ന രീതിയിൽ മറ്റു ചില ആലോചനകൾ അതിനു മുകളിൽ കയറി വരുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് രചനകൾ തന്നു, പിന്നെയും തന്നു, അഭിമുഖത്തിന് ഇരുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ MN വിജയൻ മാഷെ പോലുള്ള ഒരാള് ആദ്യമായിട്ട് മാഷ് സാധാരണ അഭിമുഖങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കാറില്ല. എതിർദിശക്കും മുമ്പേ ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് മറ്റു ചില ആളുകൾ ഞങ്ങൾ കൂടി പങ്കാളികളായിട്ടൊരു മാസിക ഇറക്കിയിരുന്നു, സഹിത എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ MN വിജയൻ മാഷയുടെ സാമാന്യം ദീർഘമായ ഒരു അഭിമുഖം ആദ്യമായിട്ട് വരുന്നത് സഹിതയിലാണ്. അത് ഈ പ്രസിദ്ധീകരണത്തിന്റെ പ്രചാരത്തിലൊക്കെ ഉപരി വ്യക്തിബന്ധത്തിന് മാഷ് കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ, പരിഗണനയെ കരുതിയിട്ട് ഞങ്ങൾ പോയി നിർബന്ധിച്ച് ചെയ്തതാണ്. പിന്നീട് വിജയൻ മാഷിന്റെ അഭിമുഖങ്ങൾ എല്ലാ പ്രസിദ്ധീകരണങ്ങളും തുടർച്ചയായിട്ട് വന്നു കൃത്യമായ ഇടവേളകളിൽ. ഇവിടെ ഇപ്പൊ പറയുമ്പോ ഈ ഞങ്ങൾ എന്ന് പറയുമ്പോ അതിലൊരാളുടെ പേര് എനിക്കിവിടെ നിർബന്ധമായി പറയണം, അത് EP രാജഗോപാലൻ മാഷാണ്. മാഷയുടെ സദസ്സിലുണ്ട്, അതുകൊണ്ടല്ല പറയുന്നത്. ഈ ഞങ്ങളെന്ന് പറയുമ്പോ അതിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത്, എതിർദിശയുടെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് ആരംഭം മുതലേ എന്റെ പേരാണുള്ളതെങ്കിലും ഒരുപക്ഷെ എന്നെക്കാൾ ഗംഭീരമായിട്ട് ഇതിന്റെ ആശയങ്ങളും അതിന്റെ നിർവഹണങ്ങളും ഒക്കെ വളരെ ആത്മാർത്ഥമായി നിരന്തരമായി ചെയ്തു വന്ന ഒരാളാണ് മാഷ്. ഒരുപക്ഷെ പുതിയ പുതിയ ഭാവനകളൊക്കെ എതിർദിശയുടെ പേജുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഷക്ക് അതിൽ വലിയ പങ്കുണ്ട്. അതിനു മുമ്പേ സഹിത എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററും EP രാജഗോപാലൻ മാഷായിരുന്നു. അപ്പൊ മാഷെപ്പോലുള്ള ഒരാളുടെ ഈ ധൈഷണിക ജീവിതത്തിലെ, നിരൂപണ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഈ സാംസ്കാരിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നും ഇതുപോലുള്ളൊരു പ്രസിദ്ധീകരണത്തിന്റെ പിന്നിലും മുന്നിലും നിന്നിട്ട് ആശയങ്ങൾ പേജുകളിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ പേജുകളായിട്ട് ആവിഷ്കരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിനൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ B രാജീവൻ എന്നൊരു വലിയ നിരൂപകൻ, ഞാനൊക്കെ ചെറുപ്പകാലത്ത് വായിച്ച് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാൾ അദ്ദേഹമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് പെട്ടെന്ന് കുറെ വർഷങ്ങളായിട്ട് രാജീവൻ മാഷ് എഴുതുന്നില്ല. എതിർദിശ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതങ്ങനെ വിടേണ്ട ഒരു വിഷയമല്ല. ഞങ്ങൾ മാഷെ വിളിക്കുന്നു, മാഷോട് 3, 4, 5 തവണ ഫോണിൽ സംസാരിച്ചപ്പോ മാഷക്ക് മനസ്സിലാവുന്നു മാഷ് എഴുതിയ മുഴുവൻ അക്ഷരങ്ങളും വായിച്ച ഏതോ ഒരാളാണ് ഫോണിന്റെ മറുതലക്കലുള്ളത്. അങ്ങനെ അവഗണിക്കാൻ പാടില്ല. അതിന്റെ ആ ഒരു ഔദാര്യത്തിന്റെ പിൻബലത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മാഷെ അഭിമുഖം ചെയ്യുന്നു. 2 ലക്കങ്ങളിലായിട്ട് എതിർദിശ അത് പ്രസിദ്ധീകരിക്കുന്നു. ദീർഘമൗനങ്ങൾക്ക് ശേഷം B രാജീവൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കവർ സ്റ്റോറി ആയിട്ട് ഞങ്ങളത് കൊടുക്കുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് അതിന് 2-3 മാസം കഴിയുമ്പോ ഭാഷാഭൂഷണിയിൽ വലിയ അഭിമുഖം B രാജീവന്റെ, തൊട്ടടുത്ത ലക്കത്തിൽ മാധ്യമത്തിൽ വലിയ അഭിമുഖം. B രാജീവൻ മാഷ് വീണ്ടും സജീവായി. മാഷ് ഭാഷാഭൂഷണിയിൽ ഇത് പറയുന്നുണ്ട്, എന്റെ മൗനം ഭേദിക്കാൻ നിർബന്ധിതരാക്കിയത് എതിർദിശ എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്.
പിന്നീട് മാഷ് വീണ്ടും സജീവായി പല പ്രസംഗങ്ങളിലും ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അതുപോലെ ഇന്നിപ്പോ മലയാളത്തിലുള്ള പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് തൊട്ടു മുമ്പുള്ള തലമുറയിലെ ചില എഴുത്തുകാരെങ്കിലും അവരുടെ ആദ്യ രചന പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ മാസികയാണ്. അപ്പൊ 20 വർഷത്തെ ഒരു ഹ്രസ്വമായ ജീവിതത്തില് ഇത്രയെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും പ്രായോഗികമായി, സാമ്പത്തികമായി, നിർവഹണപരമായി വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങളും ഇപ്പം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. അതിൽ സാമ്പത്തികം മാത്രമല്ല, ഇപ്പൊ മണമ്പൂർ പറഞ്ഞ വലിയ ഒരു വിഷയമുണ്ട്. അത് ഈ ചെറിയ പ്രസിദ്ധീകരണങ്ങളുടെ ആഘാതശേഷി എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. ഇപ്പോ ഗൗരി ലങ്കേഷ് വധിക്കപ്പെട്ടപ്പോ ഈ ലങ്കേഷ് പത്രിക എന്ന് പറയുന്നത് വലിയൊരു പ്രസിദ്ധീകരണം ആയിരുന്നില്ല. പക്ഷെ അതിന് കന്നഡയിൽ, കർണാടകത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിൽ തന്നെ ഇപ്പോ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് നമ്മുടെ മനസ്സിൽ അടയാളപ്പെട്ട ഒരു മനുഷ്യൻ കേസരി പത്രം ദീർഘകാലമൊന്നും നടത്തിയിട്ടില്ല. കേസരി നിന്നതിന് ശേഷവും ബാലകൃഷ്ണപിള്ള വേറെ പത്രങ്ങൾ നടത്തിയിരുന്നു. കേസരിക്ക് വളരെ കുറച്ച് സർക്കുലേഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പത്രം കേരളത്തിൽ ഉണ്ടാക്കിയ വലിയ പ്രതിഫലനങ്ങളുണ്ട്. കേസരി ഒടുവിൽ വരെ കേസരി എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ഇതിന്റെ കൂടെ ഒരു സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ആഘാതങ്ങൾ, ഭരണകൂടത്തിനുണ്ടാക്കുന്ന, വ്യവസ്ഥക്കുണ്ടാക്കുന്ന വലിയ പരിക്കുകൾ പുതിയ ഭരണകൂടത്തിന് അറിയുന്നത് കൊണ്ടായിരിക്കും ഈ പ്രസിദ്ധീകരണങ്ങളുടെ ചെറിയ പിഴവുകൾക്ക് പോലും പരമാവധി ശിക്ഷയാണ് ഇപ്പൊ നൽകുന്നത്. ഇപ്പൊ എതിർദിശയുടെ ആരംഭത്തില് എല്ലാ മാസവും 9-ാം തീയതി പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് മാസിക പോസ്റ്റ് ചെയ്യാം. പക്ഷെ പുതിയ ഭരണം ഇത് തിരുത്തി എല്ലാ 2 ദിവസം അനുവദിച്ചിരുന്നു മാസത്തില്. പക്ഷെ പുതിയ കാലത്ത് ഇത് ഒരു ജില്ലയിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ RMS-ൽ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്നായാലും ആലക്കോട് നിന്നായാലും ഇതും ചുമന്ന് കണ്ണൂർ RMS-ലേക്ക് പോകണം. ഒരു ദിവസം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ പറഞ്ഞ പേജുകൾ കൂടുന്നുണ്ടെങ്കിൽ, നേരത്തെ അപേക്ഷ കൊടുക്കുമ്പോൾ പറഞ്ഞ പേജുകൾ കൂടുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. സ്റ്റാമ്പ് അതിനനുസരിച്ച് കൂടുതൽ ഒട്ടിച്ചാൽ പോരാ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ വരെ. ഒരു 4 വർഷം മുമ്പ് എനിക്ക് 17,000 രൂപ ഫൈൻ വന്നിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഓണപ്പതിപ്പ് ഇറക്കിയപ്പോ പോസ്റ്റ് ചെയ്തപ്പോ പരസ്യങ്ങൾ പതിച്ച പേജിൽ പേജ് നമ്പർ ഇട്ടിരുന്നില്ല എന്നുള്ളതാണ് കുറ്റം. അപ്പൊ 17,500 രൂപ വലുതാണോ ചെറുതാണോ എന്നല്ല, നേരത്തെ ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി ശ്രദ്ധ പുലർത്തിയിട്ട് ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കി. ഇത് മാത്രമല്ല, സമയം അടുത്ത ഘട്ടത്തെ കിട്ടുമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് പുതിയ ഭരണകൂടത്തിന് കീഴിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും ഞങ്ങളെപ്പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് വലിയ വിഷമം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെ ആമുഖമായിട്ട് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ വീണ്ടും മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം. നയനതാര. എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ചുള്ള ആമുഖത്തിൽ പറയാത്ത ഒരു കാര്യത്തിലാണ് ശരിക്കും എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. നേരത്തെ മണമ്പൂർ മാഷി പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ലേ, ഇല്ലാണ്ടായി പോയ ലിറ്റിൽ മാഗസിനുകൾ, ചാവേറുകളായി നിൽക്കുകയും മിയാമ്പാറ്റകളെ പോലെ അവസാനിക്കുകയും ചെയ്ത ആ ഒരു ലിറ്റിൽ മാഗസിൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു 10-12 വർഷക്കാലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഒരുപക്ഷെ ഈ വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനാകുന്ന ഏക ഒരു സംഗതിയും എൻ്റെ ആ ചരിത്രമാണ്. അത് കൊണ്ടത്തിൽ വ്യക്തിപരമായി ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ നടരാജൻ പോണക്കാടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു ലിറ്റിൽ മാഗസിൻ നടത്തിയിരുന്നു. പാത എന്നായിരുന്നു എൻ്റെ പേര്. പാത എന്ന പേരിലുള്ള മാഗസിന് പുറമെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഒരു കുറേ ചെറിയ ചെറിയ പല കണ്ടന്റുള്ള പല മാസികകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാത ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും കാലം ഇറങ്ങിയ മാസിക. അപ്പോൾ ഈ പാത എന്ന് പറയുന്ന മാസിക ഒരു വളരെ ചെറിയ മാസികയാണ്. അതായത് നമ്മളൊരു ഡമ്മി വണ്ണേറ്റ് പുസ്തകത്തിൻ്റെ ഒക്കെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു സമാന്തര പ്രസിദ്ധീകരണത്തിന് എത്രമാത്രം സമാന്തരമാകാമോ അത്രമാത്രം സമാന്തരമായൊരു മാസികയായിരുന്നു. വളരെ റാഡിക്കലായ കണ്ടന്റ് ആയിരുന്നു അതിനകത്ത്. അച്ഛൻ ഒരു തീവ്ര ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. CPM റെഡ് ഫ്ലാഗിൻ്റെ അനുഭാവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിലുള്ള ഉള്ളടക്കത്തോടൊപ്പം തന്നെ
കുറച്ച് കവിതകൾ അത് അന്ന് വളരെ പ്രമുഖരായ ആൾക്കാർ എഴുതിയിട്ട് എനിക്ക് ഓർമ്മയുള്ളത് MB ഹാഫിസ് മുഹമ്മദ്, ഷാനവാസ് കോനാരത്ത്, സജിനി പവിത്രൻ, അങ്ങനെ കുറേ ആൾക്കാർ അതിൽ കഥയും കവിതയൊക്കെ എഴുതുന്നതിന് ഓർമ്മയുണ്ട്. അപ്പം ഈ മാസികയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കുറേ കാലം ജീവിപ്പിച്ച് നടത്തിയത്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതിനന്ന് 50 പൈസയോ, എൻ്റെ ഓർമ്മയിൽ അതിൻ്റെ ഏറ്റവും കൂടിയ വില 1 രൂപയാണ്. അപ്പം ഈ മാസിക അച്ഛൻ തന്നെ അതിൻ്റെ എഴുത്ത് കുത്തക നിർവഹിച്ച് അച്ഛൻ തന്നെ കമ്പോസിങ്ങിന് കൊണ്ടുപോയി, അച്ഛൻ തന്നെ അത് കൊണ്ടുവരും. പ്രിന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫൈനലായിട്ടുള്ള സ്റ്റാപ്പിൾ ചെയ്ത പ്രൊഡക്റ്റ് അല്ല കിട്ടുക, അതിൻ്റെ ബ്ലോക്ക് എടുക്കാൻ ഒരു പ്രോസസ്സുണ്ട്. എന്നിട്ട് ഞാനും അമ്മയും കൂടി അതിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൽ സ്റ്റാപ്പിളർ അടിച്ച് മടക്കി, എന്നിട്ട് അത് അച്ഛൻ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തിയിട്ടാണ്. അത് വിൽപ്പന എന്ന് അച്ഛൻ ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഒരു വിജയത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള സംഗതി ജനങ്ങളിലേക്ക് എത്തിക്കാനൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പുസ്തകം വിൽക്കാൻ പോകുന്നുള്ളത് ഇപ്പോഴും ഇത് കേട്ടാൽ അദ്ദേഹത്തിന് സങ്കടം വരും. കാരണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് വളരെ വിഷമമായിരുന്നു. അതിനെ ഒരു ജനകീയ സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അപ്പോൾ ആ കാഴ്ച പക്ഷെ നമുക്കൊരു ജീവിക്കണമല്ലോ, നമുക്കൊരു കുടുംബമുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലേക്ക് പോയി അതിനെ ആൾക്കാർ ബസ് സ്റ്റാൻഡുകളിലൊക്കെ അതിനെ വിൽപ്പന നടത്തിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വരിസംഖ്യ എന്നൊരു സംഗതി വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു വരിസംഖ്യ മണി ഓർഡർ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ചിലപ്പോൾ 10 രൂപ 2 വർഷത്തേക്കുള്ള മണി ഓർഡർ ആയിട്ട് കിട്ടും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും വലിയ സംഖ്യ ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമായിട്ടായിരുന്നു കാലത്ത്. അപ്പം ഒരു മാസിക 50 പൈസയാണെന്നായിരിക്കും അതെനിക്ക് തോന്നുന്നു, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ മാസിക അദ്ദേഹം കൊണ്ടു നടന്നത് എൻ്റെ ഒരു ബാല്യത്തിൻ്റെ ഹിസ്റ്ററി, ഒരു ചരിത്രം മൊത്തം ഈ പാത എന്ന് പറയുന്ന മാസികയോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യധാരയിൽ നിന്ന് ഒരു അതിൻ്റെ ഉള്ളടക്കത്തെ എത്രമാത്രം മാറ്റി നിർത്താൻ അച്ഛൻ വളരെ ബോധപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു. അതിൽ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങളുടെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ സജീവമായിട്ടുള്ള ചരിത്രം ലിറ്റിൽ മാഗസിനിൽ ഉണ്ടായിരുന്നു. LV ഹരികുമാറിന്റെ കൊത്തുമണി, അതുപോലെ തന്നെ ഉദയന്റെ തെറ്റാടി, BS രാജീവിന്റെ ഘടികാരം, നിദേശം എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം മാസികൾ ആ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം ആ ഒരു കാലത്ത് 90കളിലും 80കളിലും അവസാനത്തിന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പം ആ അന്തരീക്ഷം ഒക്കെ അതിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ ഈ എന്താ പറയുക, ഒരു മാസിക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഒരു പക്ഷേ ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിച്ചൊരു വളരെ ഗ്രാമീണമായിട്ടുള്ള സ്കൂളിലാണ്, രാമപുരം UPS സ്കൂളിലാണ്. അപ്പോൾ അച്ഛനൊന്ന് രാവിലെ പോകുമ്പം എന്നോട് പറഞ്ഞേക്കും, നീ സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് അവരെന്താ രാവിലെ കഴിച്ചെന്ന് ചോദിക്കണമെന്ന് പറയും. എന്താണ് ഭക്ഷണം കഴിച്ചത്, രാവിലെ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ റിപ്പോർട്ടിങ്. പിന്നീട് പത്രപ്രവർത്തനം ചെയ്തപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അതാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്ന വളരെ ചെറിയൊരു ഗ്രാമമാണ്. അപ്പം വളരെ ദരിദ്രമായിട്ടുള്ള മനുഷ്യരാണ്. അപ്പം അവരൊന്നും രാവിലെ ഭൂരിപക്ഷം ആൾക്കാരും ദളിതരായിട്ടുള്ള കുട്ടികളും ഈ കോളനിയിൽ നിന്ന് വരുന്ന കുട്ടികൾ, ലക്ഷം വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെയാണ് കൂടുതലും ആ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം ഞാൻ അവരുടെ കൂടെ ചോദിക്കും, നിങ്ങളെന്ത് കഴിച്ചു രാവിലെ? അപ്പോൾ അവർ പറയും, ചിലരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ചിലർ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടാവും, ചില ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിതും അച്ഛനോട് പറയും, അച്ഛന് അപ്പം എന്നാണ് ഞാൻ വിളിക്കുക. അപ്പം ഞാനത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ അത് എഴുതി വെക്കും കേട്ടോ. സുനീഷ് പറഞ്ഞു രാവിലെ ഒന്നും കഴിച്ചില്ല, സിന്ധു പറഞ്ഞു ഒന്നും കഴിച്ചില്ല, ഷീജു പറഞ്ഞു പഴങ്കഞ്ഞി കഴിച്ചു. അക്ഷരത്തെറ്റൊക്കെ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കാര്യമാണിത്. അപ്പം അത് അദ്ദേഹം ഈ അടുത്ത പാതയിലെ ഉള്ളടക്കത്തിനുള്ള ഇൻപുട്ടായിട്ട് സ്വീകരിക്കും. അപ്പം എപ്പോഴും എന്നിട്ട് എന്നോട് പറയും, നീ ചെയ്തതാണ് ജേർണലിസം, ഇതൊക്കെയാണ് ജേർണലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വെയിറ്റൊക്കെ വെച്ച് തരും. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതാണ് ഒരു ഏറ്റവും എത്രത്തോളം അടുത്തട്ടിലേക്ക് പോകും, അത്രത്തോളം അടുത്തട്ടിലേക്ക് പോകുന്ന ഒരു ഉള്ളടക്കം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരുപാട് പുസ്തകം ശരിക്കും പറഞ്ഞില്ല അച്ഛൻ്റെ പാത എന്ന് പറയുന്ന മാസികൾ. അത് എല്ലാം അതേ മുഖ്യധാര എന്നൊരു സങ്കല്പത്തിൽ പൂർണ്ണമായിട്ടും നിഷേധിച്ച് അടിസ്ഥാന വർഗത്തോടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇന്നും തുടരുന്ന ഒരു ആഭിമുഖ്യം ആ മാസികയിൽ അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു മാസികയുടെ ചരിത്രമാണ് ശരിക്കും എനിക്ക് ഇന്നേ വിഷയം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഏക യോഗ്യത എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നേരത്തെ മുൻപ് മാഷ് പറഞ്ഞ പോലെ തന്നെ അധികം വൈകുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 7-8 വയസ്സുള്ളപ്പോൾ പാതയുടെ പ്രസിദ്ധീകരണം അവസാനിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛൻ വളരെ ചെറിയ കുറച്ച് ലഘുലേഖകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അതായത്
കത്തിയിരുന്ന വീടിനെ കുറിച്ച്, ബുദ്ധന്റെ സാരോപദേശം എന്ന് പറഞ്ഞ് ബുദ്ധന്റെ കുറച്ച് വേഴ്സസ് ഒക്കെ വരുന്ന ഇതെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളാണ്. അത് പിന്നെ RVG മേനോന്റെ ഉപഭോക്താവിന്റെ രാജപദവി തിരിച്ചറിയുക. പക്ഷെ പിന്നെ പിന്നെ ഇത് കൊണ്ടുപോയി വാങ്ങാൻ ആളില്ലാതായി. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടിയ വില അന്നത്തെ 2 രൂപയ്ക്കുള്ള പുസ്തകമാണ് അദ്ദേഹം നമ്മൾ അവസാനം ചെയ്തിരുന്നത്. അതിനുശേഷം പൂർണ്ണമായിട്ട് ഒരു 90കളുടെ പകുതിയോടെ തന്നെ പൂർണ്ണമായിട്ട് നിൽക്കുകയും നിങ്ങൾ പിന്നെ വേറെ വഴികളിലേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പക്ഷെ തോന്നുന്നത് അന്ന് അത്ര വൈബ്രന്റ് ആയിരുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അതിന് വളരെ അവ്യക്തമായ ഓർമ്മയിലാണെങ്കിലും അതൊന്നും ഇങ്ങനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷം തരുന്നുണ്ട്. കാരണം ഈ ബദൽ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ബദൽ എന്നൊരു സംഗതി വളരെ അതൊരു മുഖ്യധാരയുടെ തന്നെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ഇൻക്ലൂസീവ് ആയിരിക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു പക്ഷേ ആ ബദൽ ചിന്തയുടെ പ്രസക്തി മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അന്ന് എത്രത്തോളം നമ്മളതിനൊരു എക്സ്ട്രീം ലെഫ്റ്റ് ഫ്രഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഇടതുപക്ഷ അരികിലേക്ക് മാറി നടന്ന ഒരു മാസികയുടെ ഓർമ്മയുടെ പ്രാന്തിയായിട്ടാണ് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിച്ചത്. ഷാജി. സമാദരണീയരായ ഡോക്ടർ EV രാമകൃഷ്ണൻ, പ്രദീപ് പനങ്ങാട്, മണമ്പൂർ രാജൻ ബാബു, ദിശ സുരേഷ്, നയൻതാര, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രൊഫസർ VG തമ്പി, ശ്രീ JR പ്രസാദ്, മറ്റ് അഷ്ടമൂർത്തി, അശോകൻ ചെരുവിൽ, മറ്റ് സുഹൃത്തുക്കളെ, എനിക്ക് പേരറിയാത്തതും അറിയുന്നവരും വേറെയുണ്ട്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ സംസാരിക്കാൻ യോഗ്യനാണോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന ഏതോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ മുജ്ജന്മം ഓർമ്മിപ്പിച്ചതിന് സാഹിത്യ അക്കാദമി ഭാരവാഹികളോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊക്കെ മറന്നു തുടങ്ങിയ, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ മറന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്തെയാണ് ഓർമ്മിക്കുന്നത്. ആ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ 1-2 സംഭാഷണങ്ങളിലെ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ടായി. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു പക്ഷേ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വ്യക്തിപരമായ അവകാശവാദങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ്, അതായത് 20 വയസ്സ് ആയിട്ടുള്ള കഷ്ടിച്ച് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് സംക്രമണം എന്ന് പറഞ്ഞൊരു മാസിക ആരംഭിക്കുന്നത്. അന്ന് ഇതിൻ്റെ പിന്നിലുള്ള വലിയ ചതിക്കുഴികളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിഷ്കളങ്കനായ ഒരു ഗ്രാമീണ ചെറുപ്പക്കാരൻ, കുട്ടി, യുവാവ് എന്നുള്ളത് പറയാം. വിദ്യയാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നത്, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, യാഥാർത്ഥ്യങ്ങളോട് വളരെയധികം ഏറ്റുമുട്ടേണ്ടി വന്നത്. നയൻതാര പറഞ്ഞതുപോലെ അച്ഛൻ നടരാജൻ ബോണക്കാടിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനും വളരെ നിസ്സഹായനായിരുന്നു. പക്ഷേ എന്നെ സഹായിക്കാൻ പലരും വന്നവരൊന്നും അതത്ര സുഖമായിരുന്നില്ല എന്നുള്ളത് ഞാനിപ്പോൾ എന്നേക്കാൾ കൂടുതലൊരു പക്ഷേ പ്രദീപ് പനങ്ങാടിനെ അറിയാമായിരിക്കാം. അദ്ദേഹം ലിറ്റിൽ മാസികയിലെ ജീവചരിത്രം എഴുതിയ ആളാണ്. അതായത് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ തുടക്കത്തിൽ ഞാൻ ഈ ജന്മത്തിൻ്റെ കാര്യം പറഞ്ഞത്, അന്ന് ഈ മാസികയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ, വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ മാറ്റിമറിച്ച് കളയാം, ഈ ലിറ്റിൽ മാഗസിൻ കൊണ്ട് ലോകത്തെ മുഴുവനെ ഇളക്കി മറിക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് കാലം ചെല്ലുന്തോറും ഒരു ചുക്കും നടക്കില്ല എന്ന് മനസ്സിലായെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു മുറിവായിട്ട് എന്നെക്കാൾ കൂടുതൽ യോഗ്യന്മാരായ ആളുകൾ, ഇപ്പോൾ തമ്പി സാറിനെ പോലെ അല്ലെങ്കിൽ പിന്നെ പ്രസാദിനെ പോലുള്ള 2 പേരോട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും പേരെങ്കിലും ഇവിടെ വന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നോക്കുമ്പോൾ ഇത്രയും പേരുണ്ട്, അത് വലിയ സന്തോഷമാണ്. നമ്മൾ മാസിക നടത്തുമ്പോൾ ഉള്ള അനുഭവം, ഇതിന് വായനക്കാരിപ്പോൾ മണമ്പൂർ രാജൻ ബാബു പറഞ്ഞ പോലെ
വലിയ എഴുത്തുകാരുടെ വാത്സല്യങ്ങൾ കൊണ്ടല്ല ഞാനൊന്നും മാസി നടത്തിയത്, വായനക്കാരുടെ പിൻബലം കൊണ്ട് മാത്രമാണ്. ഓരോ ലക്കവും കാത്തിരിക്കുന്ന അജ്ഞാതരായ വായനക്കാരൻ അകമഴിഞ്ഞ് സഹായിച്ച ₹1 അന്ന് ഈ വില, സംക്രമണത്തിൻ്റെ ആയാലും പിന്നീട് നിയോഗത്തിൻ്റെ ആയാലും. അപ്പോൾ സംക്രമണമൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ചില മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ട് പിന്നെ ഞാനതിൽ നിന്ന് ഒഴിവാകുകയാണ് ഉണ്ടായത്. പിന്നീട് അന്ന് നമുക്ക് സ്വന്തമായി പ്രസ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഇത് പറയുമ്പോൾ ഇതൊന്നും ഒരു പാനൽ ചർച്ചയിൽ ഒതുക്കുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ അന്ന് എൻ്റെ വിചാരം അന്ന് പ്രസ്സിനെ ആശ്രയിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ആരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു പ്രസ്സിൽ അടിക്കുമ്പോൾ അവിടെ MM പ്രസ് എന്ന് പറഞ്ഞ പ്രസ്സിന് അവിടെയായിരുന്നു ഈ കോളേജ് മാഗസിനുകളും ഇതുപോലെയുള്ള പുരോഗമനാത്മകമായ സ്വഭാവങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം. ചെറിയ പ്രസ്സാണ്, പക്ഷേ നല്ല തിരക്കുള്ള ഒരു പ്രസ്സായിരുന്നു. അതിൻ്റെ പേര്, അയാളുടെ പേരെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അത് മറക്കില്ല. മാധവൻ നായരെന്ന് പറഞ്ഞിട്ടാണ്. ഈ മാധവൻ നായരെ എവിടെ വേണമെങ്കിൽ കണ്ടു. പാളയത്തായിരുന്നു ഈ പ്രസ്, യൂണിവേഴ്സിറ്റി കോളേജ് എതിർവശത്ത്. അപ്പോൾ അവിടെ 2 ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. ഒരു ബോംബെ കഫേ, അതും പിന്നെ അതിന് എതിർവശത്ത് ഒരു തമിഴ്നാട്ടിലെ ഹോട്ടലും. മിക്കവാറും നമ്മൾ ഈ ബോംബെ കഫേയിലാണ് പോവുക. മിക്കവാറും ഈ പി പി പ്രസ്സല്ല, പി പി പ്രസ് എതിർവശത്തുള്ള MM പ്രസ്സിലെ മാധവൻ നായർ അവിടെ വരും. അവിടെ വെച്ച് ആളെ കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ വെച്ച് ആളെ കാണാതിരിക്കില്ല. ആദ്യമായി കാണുമ്പോൾ ചോദിക്കുന്നത് ആ പൈസ തന്നില്ലല്ലോ. പൈസ ചിലപ്പോൾ തരാനുണ്ടാവും, ചിലപ്പോൾ തരാനുണ്ടാവില്ല, കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ അയാൾക്ക് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ എഴുതി നിൽക്കും. ഇത് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുക. കാരണം നമ്മൾ എന്നും ഒരു കടക്കാരനാണ്, ഒരു ഋണബാധനായ ഒരാൾ. അത് ജീവിതകാലം മുഴുവൻ നമ്മളൊരു കടക്കാരനായി മാറ്റിയത് ഈ ചെറിയ മാസിക നടത്തിയിട്ടുള്ള അനുഭവം എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അന്നൊരു യാഥാർത്ഥ്യമായിരുന്നു. നമുക്ക് ചായ കുടിക്കാൻ പൈസയില്ല. അന്ന് 10 പൈസയാണ് ഒരു ദോശയ്ക്ക്. അതായത് ഒരു 3 ദോശ കഴിക്കണമെങ്കിൽ 30 പൈസ മതി. ചായ 10 പൈസ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഒരു 40-50 പൈസ ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് ചെയ്യാം. നിവൃത്തിയില്ല, പട്ടിണി കിടക്കാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇത് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ലിറ്റിൽ മാഗസിൻ്റെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാതെ പട്ടിണി നടക്കുകയാണ്. മഹത്വവൽക്കരിച്ച് പറയുന്നതല്ല എന്ന് പറയുന്നത്, ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയുന്നതാണ്. അപ്പം അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു 12 മണിയായപ്പോൾ നമ്മുടെ കവി അയ്യപ്പനും നടൻ മുരളിയും കയറി വരികയാണ്. മുരളിയെ ഞാൻ ആദ്യമായി കാണുക. അന്ന് മുരളി നടനായിട്ടില്ല, ഒരു നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് ഈ അയ്യപ്പൻ ഇങ്ങനെ അറിയാമായിരിക്കും, നിങ്ങൾക്ക് പല അയ്യപ്പനെ അറിയുന്നവർക്ക് അറിയാം. നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറിറ്റേറ്റിംഗ്. ഞാൻ ശബ്ദനായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം മുരളി പോയിട്ട് നരേന്ദ്രപ്രസാദിനോട് പറഞ്ഞു, എന്നെപ്പോലെ ഒരു അരസികനെ കണ്ടിട്ടില്ല ഞാൻ, KN ഷാജി. ഒരു പ്രതികരണമില്ലാതെ, ഒരു വലിയ കവിയാണ് വരുന്നത്, ഒരു വലിയ നടനാണ് വരുന്നത്. അപ്പോൾ അയാൾക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിചാരിച്ചു. വാസ്തവത്തിൽ ഞാൻ പട്ടിണി കിടന്നിട്ട് ഉറങ്ങിപ്പോയൊരു മനുഷ്യൻ വിളിച്ചെണീപ്പിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അവർ ചെയ്തതാണ് പാതകം, പക്ഷെ ഞാൻ നിശബ്ദനായി സഹിച്ചു. അപ്പം ഇതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്, ഒരു പാഠമാണത്. ഇത് പറഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ അയ്യപ്പണിക്കരുടെ കവിത പറഞ്ഞ പോലെ, പറഞ്ഞാൽ നേരാവാത്ത ചിലതുണ്ടാവാം ഭൂവിൽ, അതിനാലാവാം കർത്താവ് ഉഴലി വിധമാക്കി എന്ന് പറഞ്ഞ പോലെ. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇങ്ങനെ ഇതൊരു ഇൻസിഡൻ്റാണ്. ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇത് 70കളുടെ അവസാനവും 80കളുടെ ഏതാണ്ട് ഒരു 86 ആയപ്പോഴേക്കും നമ്മുടെ നിയോഗം എന്ന് പറഞ്ഞ മാസിക അവസാനിച്ചു. അപ്പോൾ ഇത് ആയിരക്കണക്കിന് കൊല്ലം നടത്തുക എന്നുള്ളതൊന്നുമല്ല നമ്മളെ പരിപാടി. ഗോവിന്ദനൊക്കെ അത് തുടങ്ങുന്ന കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇത് ഇത്രയും കൊല്ലം കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ പാഠഭേദം പോലും ഇത്ര ലക്കം 5 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇറക്കില്ല എന്ന് പറഞ്ഞു. അവരിറക്കിയില്ല.
പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നെ അടുത്ത വേറൊരു രൂപത്തിൽ അവതരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ദീർഘായുസല്ല ഇതിൻ്റെ ഇത് ഈ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. നേരത്തെ ഞാൻ ആദ്യം തമാശയായിട്ട് പറഞ്ഞത് മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു അത്യുത്സാഹത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നതെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. പക്ഷെ വാസ്തവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഒരുപക്ഷെ നേരിട്ട് കാണാൻ പറ്റുന്ന മാറ്റങ്ങളല്ല എന്ന് മാത്രം. നമ്മുടെയൊക്കെ മനസ്സിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വായനക്കാരുടെ, ഈ ആസ്വാദകരുടെ അല്ലെങ്കിൽ അനുവാചകരുടെ ഇവിടുത്തെ സാന്നിധ്യം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ ഇതൊന്നും പറയാവുന്നൊരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും ചർച്ചയിൽ ഇടപെടേണ്ടി വന്നാൽ ഞാൻ അപ്പോൾ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. ഷാജി പറഞ്ഞത് വളരെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളുടെ ഒരു കാലഘട്ടത്തെ പറ്റിയാണ്. തീർച്ചയായിട്ടും ഈ ലിറ്റിൽ മാഗസിൻസ് കൊണ്ട് ആരും സാമ്പത്തികമായിട്ടൊന്നും എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം, തീർച്ചയായും അത് നിലവിലുള്ള ചിന്താപദ്ധതികളെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രജ്ഞാപരമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ മറാഠിയിലെ ദളിത് സാഹിത്യമൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള ദളിത്, ഞാൻ കാലത്ത് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ ഈ ചെറിയ 20 പേജ് 40 പേജൊക്കെ ഉള്ള മറാഠി മാഗസിൻസൊക്കെ ഞാൻ വാങ്ങി വായിക്കുമായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് അന്ന് സത്യകഥ എന്നൊരു വലിയ മറാഠി മാഗസിനായിരുന്നു സാഹിത്യത്തിൻ്റെ അവസാന വാക്ക്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ സത്യകഥ അടച്ചിടേണ്ടി വന്നു, അവർക്കത് പ്രതികരണം നിർത്തേണ്ടി വന്നു. കാരണം ഇതിൽ എഴുതാതെ പുറത്തുള്ള ലിറ്റിൽ മാഗസിൻസിലൂടെ വളർന്ന ആൾക്കാർ മറാഠി സാഹിത്യം തന്നെ അവർ പിടിച്ചടക്കി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ വളർന്ന, ഇപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞു, ചുള്ളിക്കാട് സച്ചിദാനന്ദൻ, ഇങ്ങനെയുള്ള ഒരു വലിയ തലമുറ മുഖ്യധാരയിലൂടെ അല്ല പുറത്തു വന്നത്. എനിക്ക് ഓർമ്മയുണ്ട് സച്ചിദാനന്ദൻ്റെ ആദ്യത്തെ മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്ന കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നതാണ്. അത് എത്രയോ അതിന് ഒരു 8 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് സച്ചിദാനന്ദൻ എഴുതുന്നുണ്ട്. അപ്പോൾ വിധ്വംസകമായിട്ടുള്ള ചിന്തകൾ ഒരു സമൂഹത്തിന് ആവശ്യമാണ്. നയനതാര പറഞ്ഞ പോലെ ഈ ബദൽ ചിന്താ പദ്ധതികൾ വരിക എപ്പോഴും പാർശ്വങ്ങളിൽ നിന്നാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് വരില്ല. അത് അങ്ങനെയുള്ള വ്യക്തികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, അങ്ങനെയുള്ള ഇപ്പോൾ സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ പല തരത്തിൽ വലിയ അധികാരമൊന്നും കൈയാളാത്ത അത്തരം മനുഷ്യരിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള ആശയങ്ങൾ വരിക. അതൊരു സമൂഹത്തിന് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അതിജീവനത്തിന് അത് ആവശ്യമാണ്. അതിലൂടെയാണ് ഒരു സമൂഹം സ്വയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് വേറെ ചോദ്യത്തിൽ കണക്കാം. ഇപ്പോൾ ഗാന്ധിജി എല്ലാ കാലത്തും മാഗസിൻസ് നടത്തിയിരുന്നു. ഹരിജൻ എല്ലാ മാഗസിൻസിലും അദ്ദേഹം എഴുതുമായിരുന്നു. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് യങ് ഇന്ത്യ, ഹരിജൻ, അതിൽ 4 ഭാഷയിൽ, തമിഴടക്കം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഗുജറാത്തി, 4 ഭാഷയിലാണ് അദ്ദേഹം ഇറക്കിയിരുന്നത്. ഗുജറാത്തി എഡീഷനിൽ അദ്ദേഹം കവിതകൾ ചേർക്കുമായിരുന്നു. കവിതകൾ മാത്രമല്ല, അദ്ദേഹം വലിയ വലിയ ചിന്തകരുടെ ചെറിയ ഉദ്ധരണികൾ ചേർക്കുമായിരുന്നു. അപ്പോൾ ഗാന്ധിയുടെ ഒരു ആവശ്യം, നിങ്ങളിത് മുഴുവനായിട്ട് വായിക്കണം എന്നില്ല, ഒരു ചിന്തയുടെ ഒരു ചെറിയ അംശം നിങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് നിങ്ങളെ മാറ്റും. അത് ഗാന്ധി എല്ലാ കാലത്തും, ഹിന്ദ് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഈ ലിറ്റിൽ എന്നത് ഒരു മൂല്യമാണ്. ലിറ്റിൽ എന്നത് അത് ഒരു വിശേഷണമല്ല, അത് ഒരു പ്രത്യേക തരത്തിലുള്ള മൂല്യത്തിൻ്റെ ഒരു മൂല്യവാചിയായിട്ടുള്ള ഒരു പേരാണ്, ഒരു ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം, ഇപ്പോൾ സുരേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചിന്തകളെ ഏറ്റവും അധികം സ്വാംശീകരിക്കുന്നത് മുഖ്യധാരയിലെ പ്രതികരണങ്ങളാണ്. ഒരു കാലത്ത്
പലതരത്തിലുള്ള ഈ രാഷ്ട്രീയമായിട്ടുള്ള ആശയങ്ങളെയൊക്കെ പുറത്തു നിർത്തിയിരുന്ന ആൾക്കാർ ഇന്ന് അവയെ സ്വീകരിക്കുന്നുണ്ട്. എവിടെ മുഖ്യധാര അവസാനിക്കുന്നു, എവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ലോകം തുടങ്ങുന്നു എന്നൊക്കെ ചോദ്യം ഇപ്പോഴും വളരെ വിഷമമാണ് മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ളൊരു എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, അത് എല്ലാവരുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കാലത്ത് കേരളത്തിലെ ഒരു ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളുടെ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയാവുന്ന ഒരു ആശയ ലോകത്തിൻ്റെ വലിയ ഒരു മേഖല ഈ ലിറ്റിൽ മാഗസിൻസിലൂടെയാണ് ജനങ്ങളിലെത്തിയത്. നമുക്കറിയാം, യനാൻ മാതിരി ഇങ്ങനെയുള്ള പല ചെറിയ ഒറ്റലക്കം വന്നിട്ട് ഇല്ലാതായതൊക്കെ ഉണ്ട്. ഭയം എന്നൊരു എമർജൻസിയിൽ പുറത്തു വന്നൊരു പൈനൂർ എന്നുള്ളൊരു മാഗസിനുണ്ട്. മൂബ് അറിയപ്പെടുന്ന കുറേ ഉണ്ട്. സംക്രമണത്തെ പറ്റി പറഞ്ഞു, നീണ്ട ലിസ്റ്റുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിലൂടെയൊക്കെ വന്നിട്ടുള്ള ഇപ്പം എം സുകുമാരൻ്റെ മാതിരിയുള്ളൊരു വലിയ മലയാളത്തിൻ്റെ കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെയൊക്കെ ആദ്യത്തെ രചനകൾ വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള അങ്ങേയറ്റം വളരെ എന്താണ് അച്ചടിയുടെ ആ പേപ്പറൊക്കെ നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാവും. വളരെ ദരിദ്ര അവസ്ഥയിലുള്ള അച്ചുകൂടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതിനൊക്കെ ചരിത്രപരമായിട്ടുള്ള ഒരു റോൾ, അതിൻ്റെ ഒരു പങ്ക് അത് നിർവഹിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ, മലയാള സാംസ്കാരിക സ്വത്വത്തിൻ്റെ പരിണാമത്തിൻ്റെ ഇതൊക്കെ അതിൻ്റെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് ഇത്തരം മാസികകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇതിൻ്റെ സന്ദർഭത്തിൽ പറയാൻ, അന്യോന്യം തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആശയമാണ്, ഇന്ന് മുഖ്യധാരയിലെ പ്രതികരണങ്ങൾ പലതരത്തിലുള്ള ഒരു ചിന്താവിരുദ്ധത എന്ന് വളരെ ആഴത്തിൽ മലയാളത്തിൽ, ഒരു പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ നിങ്ങൾക്ക് മീഡിയ നോക്കിയാൽ മനസ്സിലാവും. പത്രങ്ങൾ ഒരു കാലത്ത് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലെ ലേഖനങ്ങളായിരുന്നു നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുവിലായാലും ടൈംസ് ഓഫ് ഇന്ത്യയിലായാലും. ടൈംസ് ഓഫ് ഇന്ത്യയിലൊന്നും ഇപ്പോഴ് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ ലേഖനങ്ങളില്ല, അത്തരത്തിലുള്ള ചിന്തകരുടെ ആശയങ്ങളില്ല. അപ്പൊ ആശയങ്ങളും ചിന്തകളും ഒരു തരത്തിലും ജനങ്ങളിൽ എത്തരുത്. സെമിനാറുകൾ നടത്താനുള്ള പെർമിഷൻ വരെ ഇപ്പോൾ അത്ര എളുപ്പമല്ല. ഇന്ത്യയിൽ പലയിടത്തും ആ തരത്തിൽ കാര്യങ്ങൾ മാറി. ഒരു ചിന്താവിരുദ്ധത. ഞാൻ അന്വേഷണം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പല ആശയങ്ങളും, വലിയ വലിയ ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാതെ വിടുന്നു, അതിനെപ്പറ്റി ഗഹനമായിട്ട് മനസ്സിലാക്കാതെ വിടുന്നു. അപ്പോൾ ഈ ഒരു വേദി ആശയങ്ങൾക്ക് ഒരു പ്രാഥമികത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ, വായനക്കാരെ ചിന്തിപ്പിക്കാൻ, എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അത് നേരത്തെ പ്രദീപ് പറഞ്ഞ് ശരിയാണ്. ഹന്യൂവിന് ഇറങ്ങിയപ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ചിലത് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ട് ഈ തരം ഭാഷയിൽ എഴുതുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഒരാൾ ഒരു പ്രത്യേകതരം ഭാഷയിൽ എഴുതുന്നു. നിസാർ അഹമ്മദ് എഴുതുന്ന ഭാഷ നിസാർ അഹമ്മദിൻ്റെതാണ്, അയാൾ ചിന്തയുടെ ഭാഷയാണ്. അത് എനിക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്തമില്ല. പക്ഷേ നിസാർ ഇന്ന് മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ദാർശനികനായിട്ടുള്ള, ഒരു പക്ഷേ ഫിലോസഫിയുടെ ഒരു വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ഏത് തരം ഭാഷയിൽ എഴുതുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ഒരു പ്രത്യേക ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിൽ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ മാറി വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വായന മുഴുവൻ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറുകയാണ്. അത് ഫോണിലൂടെ ആയാലും ലാപ്ടോപ്പിലൂടെ ആയാലും മറ്റ് മേഖലയിലൂടെ ആയാലും. അങ്ങനെയുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ ലിറ്റിൽ മാഗസിൻ ഇന്ന് കാണുന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ? ഏത് ഒക്കെ തരത്തിൽ ഡിജിറ്റൽ എന്ന ഒരു ഇപ്പോൾ ഓൺലൈൻ മാഗസിൻ എന്ന നിലക്ക് ലിറ്റിൽ മാഗസിൻസ് നിലനിൽക്കുമോ? എനിക്ക് എൻ്റെതായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഇതൊരു പ്രിന്റ് എന്ന നിലക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. പ്രിന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് അതിനെ സ്പർശിക്കുന്നു, നിങ്ങളത് കയ്യിലെടുക്കുന്നു, അതിനൊരു ഓബ്ജക്റ്റ് എന്ന നിലക്ക് ഇത് വെർച്വൽ അല്ല, ഇറ്റ്സ് എൻ ഓബ്ജക്റ്റ്. അതൊരു വസ്തുവാണ്. നിങ്ങൾക്കത് ഒരു അൾമാരയിൽ വെക്കാം, വീണ്ടും എടുത്ത് വായിക്കാം.
ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രിന്റ് മീഡിയത്തിൽ നിന്ന് വെർച്വലായിട്ട് ഇപ്പോൾ പഴയ ലക്കങ്ങൾ കിട്ടാനൊക്കെ ഈ മാഗസിൻസ് അത്ര എളുപ്പമല്ല. ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ സക്കറിയായിട്ട് അടുത്ത കാലത്ത് ഞാനൊരു ഇന്റർവ്യൂ നടത്തിയ അന്യോന്യത്തിൽ വരുന്നുണ്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഡിജിറ്റൽ മേഖല ഹിംസ്ര ജന്തുക്കളും പലതരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഇതൊക്കെ നിറഞ്ഞ ഒരു വലിയ കാടാണ്, അതൊരു വലിയ വനമാണ്. അതിൽ നല്ലതോ ചീത്തയോ ഇനിയും നമ്മൾക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ നിറഞ്ഞൊരു കാലമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പാനലിസ്റ്റിനോട് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ മാഗസിൻസിൻ്റെ ഭാവി എന്തായിരിക്കും? ഇന്നത്തെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതിന് ഇതുവരെ നടത്തിയിരുന്ന സാംസ്കാരിക ദൗത്യങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഈ രണ്ട് ചോദ്യമുണ്ട്. ഈ പാനലിസ്റ്റുകളുടെ ആ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, നെടുമങ്ങാടുള്ള സുഹൃത്തിനോട് ചോദിച്ചു, ബോണക്കാട് നടരാജൻ്റെ മാസികയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പാത എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു മാസിക നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് സംസാരിക്കില്ല, മറുപടി അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനപരമായി രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയമില്ലാതൊന്നും നടരാജന്റെ ജീവിതത്തിലില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എനിക്ക് തന്ന മെസ്സേജ്. അത് ആരായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതായിരുന്നു സത്യത്തിൽ ഈ രാഷ്ട്രീയമായിരുന്നു ഈ നമ്മുടെ ലിറ്റിൽ മാഗസിന്റെ യഥാർത്ഥ ദൗത്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1946 നവസാഹിത്യം തുടങ്ങിയത് മുതൽ ഈ നമ്മുടെ രാമകൃഷ്ണ മാഷിന്റെ ഈ അന്യോന്യം വരെയുള്ള ഈ നമ്മുടെ ലിറ്റിൽ മാഗസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത് പൊളിറ്റിക്സ് ആയിരുന്നു. അതിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതാത് കാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയത്തെ വിമർശിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതായിരുന്നു അന്ന് എല്ലാ കാലത്തെയും ഈ സമാന്തര മാസികകളുടെ ദൗത്യം എന്നുള്ളത് മനസ്സിലാക്കണം. എം ഗോവിന്ദൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാസിക തുടങ്ങുന്നത്? അതിന് അന്നത്തെ കാലത്തെ റാഡിക്കൽ ഹ്യൂമനിസത്തെ അക്സെപ്റ്റ് ചെയ്യുകയും വ്യവസ്ഥാപിതമായി ഇടതുപക്ഷത്തെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം വന്ന സച്ചിദാനന്ദ ജ്വാല തുടങ്ങുമ്പോൾ എന്തായിരുന്നു? സച്ചിദാനന്ദ ജ്വാല തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതത്തെ വിമർശിക്കുകയും അതത്തെ അസിതവാദത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഈ സംക്രമണത്തിന്റെ കാലത്ത് എന്തായിരുന്നു ചെയ്തത്? സംക്രമണത്തിന്റെ സാർത്ര പതിപ്പ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച പതിപ്പായിരുന്നു. പിൽക്കാലത്ത് എന്തുകൊണ്ട് ആ സംക്രമണത്തില് ഇടതുപക്ഷത്തിന്റെ വ്യവസ്ഥാപിതയുടെ ചോദ്യം ചെയ്യുകയും ആധുനികത ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനവും മൗലികവുമായ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ബോണക്കാടിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. പിൽക്കാലത്ത് ഇന്ന് ഈ രാമകൃഷ്ണ മാഷി തുടങ്ങുന്ന ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യോന്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കാലത്തെ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തെയും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഡിജിറ്റൽ കാലത്ത് നമുക്ക് ഈ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയത്തിന്റെ പുതിയ സാധ്യതകളെയും രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ അവസ്ഥകളെയും അതിലെ ജീർണതകളെയും ചോദ്യം ചെയ്യാനുള്ള നിരവധി അവസരങ്ങളും ധാരാളം സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കും ഇത്തരത്തിലുള്ള ഒരു മൗലികമായ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും കൊണ്ടുവരാനുള്ള ഇടമായി നമുക്ക് ഈ ലിറ്റിൽ മാഗസിനെ സമാന്തര പ്രസിദ്ധീകരണങ്ങളൊക്കെയും കാണാൻ കഴിയും. ആ തരത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മൾ എം ഗോവിന്ദൻ തുടങ്ങി വെച്ച സമീക്ഷ തുടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പറയേണ്ട ഒരാളുടെ പേര് അദ്ദേഹം മരിച്ചുപോയി, അത് EN മുരളീധരൻ നായരുടെ യുഗരശ്മി എന്നൊരു മാസികയുണ്ട്. മുരളീധരൻ നായരെ ആരും ഓർക്കാറില്ല. അദ്ദേഹം
ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെ ഒക്കെ വലിയ നേതാവായിരുന്ന ആളാണ്. പക്ഷേ മുരളീധരൻ നായരെ നമ്മൾ ആ തരത്തിൽ നിന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ആർക്കും അറിയത്തില്ല. ഇടതുപക്ഷക്കാർ പോലും ചെയ്യുന്നുണ്ട്. പക്ഷേ മുരളീധരൻ നായരൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഗോപി വിജയൻ്റെ ആ മറ്റേ പ്രസിദ്ധമായ കഥയൊക്കെ പ്രസിദ്ധീകരിച്ചത് മുരളീധരൻ നായരാ. അപ്പം മുരളീധരൻ നായരെ എനിക്കറിയില്ല, ഇവരാരും ഓർക്കുന്നുണ്ടോ എന്താണ് അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ആ രാഷ്ട്രീയ ചോദ്യം ചെയ്യലിനെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. കാരണം നമ്മുടെ ഇന്ത്യയായാലും കേരളമായാലും വലിയ ഭീതികമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംക്രമണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയ സന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ലിറ്റിൽ മാഗസിന് പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പ്രിന്റിലായാലും അത് ഡിജിറ്റലിലായാലും ഒക്കെ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പം രാമകൃഷ്ണൻ മാഷ് തുടങ്ങിയ അന്യോന്യം പോലെയുള്ളൊരു മാസികയ്ക്കുള്ള സാധ്യത നമ്മൾ വികസിപ്പിച്ചെടുത്താൽ അതിന് വലിയൊരു ഭാവി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് ഓഡിയൻസിനോടും ഒന്ന് പ്രതികരിക്കാനുള്ള സമയം കൊടുക്കണം. എല്ലാവരും ഒരു 2-3 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ അവരെയും കൂടെ ഉൾക്കൊള്ളാൻ. ലിറ്റിൽ മാഗസിനുകളെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് പരമാവധി 12 ആളുകൾ ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ വിലയിരുത്തൽ. പക്ഷേ ലിറ്റിൽ മാഗസിനുകളുടെ സമാന മനസ്കരായ ഇത്രയധികം ആളുകൾ വന്നത് അവരോട് നന്ദി പ്രത്യേകം പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇപ്പോഴും ലിറ്റിൽ മാഗസിനുകൾക്ക് നിലനിൽപ്പുണ്ട്, സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. വേറൊരു കാര്യം, നമുക്ക് ചില ദുശ്ശാഠ്യങ്ങൾ ഉണ്ടെങ്കിലേ ഇത് നിലനിൽക്കൂ. നമ്മുടെ മാഗസിൻ നിലനിൽക്കാൻ നമുക്ക് ചില ദുശ്ശാഠ്യങ്ങൾ വേണം. ഈ വളരെ ചെറുതെങ്കിലും ഇന്ന് മാസികയുടെ ഒരു ദുശ്ശാഠ്യം, ഈ പുതിയ കാലത്ത് വാട്സപ്പും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളൊരു കാലത്ത് പുതിയ ചെറുപ്പക്കാർ ചോദിക്കും, വാട്സാപ്പിൽ ഒരു കവിത അയക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അതിനൊരു മറുപടി വാട്സാപ്പിൽ തന്നെ കൊടുക്കും. രചനകൾ തപാലിൽ മാത്രം. രചന വന്നല്ലേ പറ്റൂ, അവർ തപാലിൽ തന്നെ അയക്കും. ജീവിതത്തിൽ ഒരിക്കലും തപാലാഫീസിൽ പോവാത്ത ആൾ വരെ പോയിട്ട് തപാലിൽ അയക്കും. അപ്പം നമുക്ക് ഒരു ഗുണമുണ്ട്, അവരുടെ കൈയക്ഷരം കാണാം. അതുപോലെ തന്നെ അവരെ ശരിക്കും രചനയ്ക്കപ്പുറമുള്ള രചയിതാവിനെ കൂടി നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു രചന വന്നു കഴിഞ്ഞാൽ ആ രചയിതാവിന് ഒരു പ്രത്യേക കോപ്പി അയക്കും. സാധാരണ കോപ്പിക്ക് പുറമെ നല്ല വെള്ളക്കടലാസിൽ രചയിതാവിന് പ്രത്യേകം നൽകുന്നത് എന്നൊരു സ്റ്റിക്കറും പതിച്ചയക്കും. അതുപോലെ ഈ പ്രസിദ്ധീകരണങ്ങൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നം, ഈ തപാൽ ഓഫീസ് കൃത്യമായി കിട്ടൂല, തപാലുകൾ കിട്ടൂല, മാഗസിനുകൾ കിട്ടുകയില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവർ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കോപ്പി കൂടി അയക്കും. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ പതിക്കും. അത് മൾട്ടി കളർ സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആദ്യം അയച്ചത് എത്താഞ്ഞതിനാൽ വീണ്ടും അയക്കുന്നു, നൽകുമല്ലോ. അപ്പോൾ പോസ്റ്റ്മാൻ ലജ്ജ വരും, കൊണ്ടു കൊടുക്കും. അങ്ങനെയും കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഒരു കത്ത് ആ കൺസേൺഡ് പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു കത്തയക്കും. ആ കത്ത് ഇങ്ങനെ, ഈ കാലത്തും ഇപ്പോഴും തപാൽ കത്തൊക്കെ എഴുതുകയും കത്ത് വരികയും ചെയ്യുന്ന ഒരാളാണ് ഈ കത്ത് എഴുതുന്നത്. ഇത്രാം തീയതി ഇന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇന്ന ആൾക്ക് അയച്ച രചന ഇതുവരെയും കിട്ടിയിട്ടില്ല, അതിന് എന്ത് സംഭവിച്ചു എന്ന് അറിയിക്കുമല്ലോ. താങ്കളുടെ മറുപടിയോ അല്ലെങ്കിൽ ഇന്ന ഫോണിൽ ഒരു വിളിയോ കിട്ടിയാൽ സന്തോഷമായിരിക്കും. താങ്കളുടെ മറുപടി തൃപ്തികരമാണെങ്കിൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ അറിയിക്കാതെ കഴിക്കാമല്ലോ. ഈ കത്ത് കിട്ടുന്ന നിമിഷം പോസ്റ്റ് മാസ്റ്റർ വിളിക്കുകയും ചെയ്യും. അതിന് ഈ അയച്ച സാധനം കിട്ടിയില്ലെന്ന് വരും, പക്ഷെ പിന്നെ ഒരിക്കലും ഈ ആൾക്ക് കിട്ടാതെ വരില്ല. ഈ നമ്മുടെ കഥാകൃത്തും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും ഒക്കെ ആയ എന്താണ് പേര് മറന്നുവല്ലോ, അല്ല ഞാൻ പേര് പിന്നെ പറയാമോ, ഇതാണ് പ്രായം കേട്ടോ, ഈ മറുപടിയാണ് പ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വിനു എബ്രഹാം, ഇത്ര കുഴപ്പമുള്ളൂ കേട്ടോ, വിനു എബ്രഹാം. വിനു മാസിക കിട്ടുന്നു, ചേട്ടൻ ചുമ്മാ പറയണു 2 കൊല്ലമായിട്ട് എനിക്ക് മാസിക കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പോസ്റ്റ് മാസ്റ്റർക്ക് കത്തയച്ചു, അതിൻ്റെ കോപ്പി വിനുവിനും അയച്ചു. അത് കിട്ടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിനു വിളിച്ചു, ചേട്ടാ ശരിയായി, മാസിക കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു പണിയും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമുക്ക് വരുന്ന പ്രതിബന്ധങ്ങളെ നമ്മൾ ശരിക്കും പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. കയ്യെഴുത്ത് മാസിക നടത്തിയിരുന്ന കാലത്ത് കയ്യെഴുത്ത് മാസിക ഒരു ചായപ്പീടികയിൽ ഇരുന്നാണ് എഴുതുന്നത് ഞങ്ങൾ 2 കൂട്ടുകാർ. അപ്പോൾ ആ ചായക്കടക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പിള്ളേരെ എന്ന്.
അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം നമ്മളോട് എതിരഭിപ്രായമുള്ളത് കൊണ്ടല്ല അത് പറഞ്ഞത്. എന്തെങ്കിലും പഠിച്ച ജോലിയൊക്കെ കിട്ടേണ്ട ഈ പയ്യന്മാരിങ്ങനെ നശിച്ചു പോവുകയാണല്ലോ എന്ന വിചാരത്തിലാണ്. ഒറ്റ കാര്യം ചെയ്തു, അടുത്ത ലക്കത്തിൽ ഈ ചോദ്യോത്തര പങ്ക്തിയിൽ അങ്ങ് കൊടുത്തു, അതിനൊരു മറുപടിയും കൊടുത്തു. അപ്പോൾ ഒരാൾ ചെന്ന് ഇയാളോട് പറഞ്ഞു, അല്ല സംഗമമാസികയിൽ നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ, എന്റെ ചോദ്യവും, ഞാൻ ഒന്നിനും ചോദ്യമൊന്നും കൊടുക്കുന്ന ആളല്ല. നിങ്ങളാണോ ആർ തങ്കപ്പൻ പിള്ള ഉഷ ടെക്സ്റ്റൈൽസ് മണമ്പൂര്? അതെ. എന്നാ നിങ്ങളുടെ ചോദ്യം, എന്നാ അതൊന്ന് കാണണമല്ലോ. ഈ ആൾ വന്ന് കയ്യെഴുത്ത് മാസിക വാങ്ങി തങ്കപ്പൻ പിള്ളയ്ക്ക് കൊണ്ട് കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് ഇത് കൊള്ളാമല്ലോ, കാരണം അദ്ദേഹത്തിന്റെ പേരൊരു നിറത്തിൽ, ചോദ്യം മറ്റൊരു നിറത്തിൽ, എഴുത്ത് മാസികയല്ലേ, മറുപടി മറ്റൊരു നിറത്തിൽ. അപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ എല്ലാ ലക്കങ്ങളും ഇറങ്ങുന്ന ദിവസം കാത്തിരുന്ന് അദ്ദേഹം വായിച്ചു. അപ്പൊ ആ നിലയിലുള്ള ചില രീതികൾ ഇവിടെ നടരാജൻ വാഴക്കാടിന്റെ പാതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഞാനും ഓർക്കുകയായിരുന്നു. പ്രസ്സിൽ കൊണ്ടു കൊടുത്താൽ പ്രസ്സിൽ അവർ അടിച്ചു തരൂല. അവർ വിചാരിക്കും, അന്ന് ലെറ്റർ പ്രസ്സിലാണ് കൈകൊണ്ടച്ച് നിരത്തുന്ന കാലത്ത്, അപ്പൊ അവര് പൈസ കുറച്ചല്ലേ കിട്ടൂ, അതുകൊണ്ട് ചെയ്തു തരൂല. അപ്പൊ അവിടെ ഒരു പയ്യനുണ്ട് മുസ്തഫ, അവൻ പറഞ്ഞു, സാറിന് മാസിയ ഞാൻ 10 മണിക്ക് ശേഷം അടിച്ചു തരാം. 10 മണിക്ക് ആവുമ്പോഴത്തേക്കും മുതലാളി പോകും അടിച്ചു തരാം. ആ മുസ്തഫയ്ക്ക് ഇപ്പോഴും ഇന്ന് മാസിക പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇത് നിലനിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഒരു ദുശ്ശാഠ്യം നമുക്ക് വേണം, ചില കാര്യങ്ങളിൽ ദുശ്ശാഠ്യം വേണം. ഈ ഓൺലൈനിൽ വായിക്കുന്നതൊക്കെ ശരി തന്നെ, അതൊക്കെ വെറും ഫാൻസി റീഡിംഗ് ആണ്. അപ്പഴിക്കളയും, വായിക്കും അപ്പഴിക്കളയും. മനസ്സിൽ നിൽക്കുന്നത് കടലാസിൽ വരുന്നത് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇത് എൻ്റെ ഒരു ദുശ്ശാഠ്യമാണ്. ഇങ്ങനെ ചില ദുശ്ശാഠ്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഏത് കാലത്തും കേരളത്തിലെ മനുഷ്യർ പുതിയ ആശയങ്ങളെയും പുതിയ ചിന്താഗതികളെയും മനസ്സിൽ സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. ഈ പ്രസിദ്ധീകരണങ്ങളെ മുഴുവൻ കൊല്ലുന്ന സമീപനത്തിന്റെ കൂടെ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിന് പിന്നെന്താണ് പ്രതിഷേധ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും സമയം ശരിയാ, ഇത് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് തൽക്കാലം സമയം പാലിക്കാൻ വേണ്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. സന്തോഷം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും സങ്കടങ്ങൾ ധാരാളം പറയാനുണ്ട്, കേട്ടിരിക്കാനും പറയാനും രസമാണ്. പക്ഷേ മോഡറേറ്റർ അധ്യക്ഷൻ പ്രിയപ്പെട്ട മാഷ് നമ്മുടെ രണ്ട് ചോദ്യങ്ങളിലാണ് പ്രതികരിക്കാൻ പറഞ്ഞത്. അത് ഒന്ന്, ഈ ഡിജിറ്റൽ കാലത്ത് ലിറ്റിൽ മാഗസിനുകൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയമായിരുന്നു ലിറ്റിൽ മാഗസിനുകളുടെ ഒരു സത്ത, അതിൻ്റെ ഒരു അടിസ്ഥാന പ്രേരണാശക്തി ഇപ്പോഴെന്താണ് എന്നുള്ളതാണ്, അല്ലെ എന്തായിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ലിറ്റിൽ മാഗസിൻ, ഡിജിറ്റൽ കാലത്ത് ലിറ്റിൽ മാഗസിൻ ഒന്നേ ചെയ്യാനുള്ളൂ, ഡിജിറ്റൽ ആവുക എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് നമ്മുടെ ശാഠ്യങ്ങൾ കൊണ്ടൊന്നും പ്രിന്റ് മീഡിയയെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഞാൻ പ്രിന്റ് മീഡിയയുടെ വലിയ ആരാധകനാണ്, അതിന്റെ വലിയ ഫോളോവറാണ്. പക്ഷെ ഒരു 1.5 വർഷം മുമ്പ് മാക്സ്റ്ററിൽ മെമ്പർഷിപ്പ് എടുത്തു. മാക്സ്റ്റർ എന്നുള്ളൊരു ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് മാക്സ്റ്ററാണ് വായിക്കുന്നത്. ആദ്യകാലത്ത് ഈ നമ്മൾ കാൽക്കുലേറ്ററിൽ കൂട്ടിയാലും പിന്നെ നേരിട്ട് കൂട്ടുന്ന പോലെ ഈ ആദ്യം വായിക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചു കാലം കൊണ്ട് ശീലായി. ഇപ്പൊ മാക്സ്റ്ററിൽ വായിക്കുന്നതിന് ഒരു പണിയുമില്ല, അതിലെന്തെങ്കിലും ഒരു സംതൃപ്തി കുറവില്ല. ഇപ്പോഴും ഞാൻ തൃശ്ശൂരേക്ക് വരുമ്പോൾ ടാബ് എടുത്തിട്ടാണ് വന്നത്. ധാരാളം പീരിയോഡിക്കൽസ് ഉണ്ടായിരുന്ന എൻ്റെ ബാഗിൽ ഇപ്പോ അതില്ല. അതുകൊണ്ട് ഡിജിറ്റൽ ആവുക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു നാണക്കേടൊന്നുമില്ല. നമുക്ക് അച്ചടി മാധ്യമത്തെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? അച്ചടി മാധ്യമത്തിന് മുമ്പുണ്ടായിരുന്ന ആവിഷ്കാര മാർഗങ്ങളെ പിന്തള്ളിയാണ് അച്ചടി മാധ്യമം വന്നത്. അതിനെ പിന്തള്ളിയിട്ട് ഡിജിറ്റൽ ആവുക എന്ന് പറയുന്നതിൽ വലിയ കുറവൊന്നുള്ളതായിട്ട് ഞാനേതായാലും കരുതുന്നില്ല. വ്യക്തിപരമായ ഒരു അഭിപ്രായം അതാണ്. പക്ഷെ പ്രശ്നം, ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന ലോകത്തിന് ദേശീയതയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിരുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് വലിയൊരു വിശാലമായുള്ളൊരു ആകാശം തുറന്നു വരുന്നൊക്കെ തോന്നും. അതിലൊരു ഒരു ചെറിയ യാത്രയുടെ അത്രയും സമയം അത് ശരിയാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം, നമുക്ക് ഈ പ്രിന്റ് മാധ്യമത്തെ, അച്ചടി മാധ്യമത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പത്തില് ഈ ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് പറ്റുന്നുള്ളതാണ്. അവർക്ക് ഒരു കത്ത് പോലും അയക്കേണ്ടതില്ല. ഈ ഇരുന്നടുത്ത് നിന്ന് ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കാൻ പുതിയ ഭരണകൂടത്തിന് പറ്റും. അപ്പൊ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ വിശാലത,
ഈ ഡിജിറ്റൽ ലോകത്തിലുള്ള പുതിയ പ്രസിദ്ധീകരണങ്ങൾക്ക് അതൊരു പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് വലിയ സംശയം മാത്രമല്ല. ഇപ്പൊ തന്നെ നോക്കിപ്പോ ഫേസ്ബുക്ക് എന്ന് പറയുന്ന അത് ഡിജിറ്റൽ മാധ്യമം അങ്ങനെ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഫേസ്ബുക്കിൽ നമുക്ക് 5000 സുഹൃത്തുക്കളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഫേസ്ബുക്കിന് ഇഷ്ടമല്ലാത്തൊരു പോസ്റ്റ് അവർ പരമാവധി കാണിക്കുന്നത് 100 പേരെയാണ്. അപ്പൊ ഒരു 16, 18, 23 ലൈക്ക് കിട്ടും. അപ്പൊ ഇത് അവർ കാണിക്കുന്നതാണ്. നമ്മൾ പലരും കരുതുന്നത് ഈ 5000 ആളുകൾക്ക് ഇത്രയത് ഇഷ്ടമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടപാടും ചിലത് അവർ ഉടനെ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് തടയുകയൊക്കെ ചെയ്യുന്നത്, നിരോധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 5000 പേരെ പിന്നെ എന്തിനാണ് നമുക്ക് അനുവദിച്ചതെന്ന് വെച്ചാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നുള്ളത് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുന്ന നിമിഷത്തിൽ തന്നെ ഇതിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഡിജിറ്റൽ ലോകത്തിലുള്ളത് കൊണ്ട് ഈ ഡിജിറ്റൽ ലോകത്തിലെ ലിറ്റിൽ മാഗസിനുകൾ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ അധികാരികളിൽ നിന്നുള്ള വലിയ നിയന്ത്രണങ്ങൾ നേരിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഉണ്ടായി വന്ന വലിയൊരു മാറ്റം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വഴിയിലൂടെ മാത്രമല്ല രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം താഴെത്തട്ടിൽ വരെ എത്തി എന്നുള്ളതാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയം പുറത്തു വരാനുള്ള പല വഴികളിലൊന്ന് മാത്രമാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളൊരു ബോധം സാധാരണ മനുഷ്യരിൽ വരെ എത്തി. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എന്തും രാഷ്ട്രീയമാണ് എന്നും ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് ഈ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളാണ് എന്നും നമ്മുടെ എല്ലാ ചലനങ്ങളിലും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളിലും ഇത് പ്രതിധ്വനിക്കുന്നുണ്ട്, പ്രസരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമുണ്ട്. അതുകൊണ്ട് പുതിയ കാലത്തെ എഴുത്ത്, സാഹിത്യം, മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തെ ഇത്ര വിശാലമായി കണ്ടിട്ടാണ്. അതുകൊണ്ട് പഴയതുപോലെ ഒരു രാഷ്ട്രീയ കഥ തന്നെ വരണമെന്നില്ല. ഇപ്പോ ഈ നമ്മുടെ ഗോദാർദൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയമായി സിനിമ എടുക്കുകയാണ് വേണ്ടത്, രാഷ്ട്രീയ സിനിമ എടുക്കുകയല്ല വേണ്ടതെന്ന് എഴുത്തിന്റെ മേഖലയിലും ഈ ഒരു ധാരണ വ്യാപകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ലിറ്റിൽ മാഗസിനുകൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഈ അർത്ഥത്തിൽ രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ അക്കാഡമിയുടെ സാഹിത്യോത്സവത്തിൽ രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അത് ക്യൂർ സാഹിത്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു 10 വർഷം മുമ്പ് ഒരു നമ്മുടെ സങ്കല്പത്തിൽ പോലും കടന്നു വരാത്ത ആശയങ്ങൾ, പരികല്പനകളൊക്കെ നമ്മുടെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ എൻ്റെ ഒരു ആശങ്ക എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബദൽ എന്ന് പറയുന്ന സങ്കല്പത്തിന് നമ്മൾ എങ്ങനെ വീണ്ടും ഈ മാർജിൻസിൽ മാത്രം ഒതുക്കി നിർത്തണോ, അതോ അത് മുഖ്യധാരയുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഉള്ളതുപോലെ അതിന് കുറച്ചുകൂടി സ്വീകാര്യതയും ഒക്കെ ലഭിക്കുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകണമെന്നുള്ളൊരു ആശങ്ക ഇപ്പം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ 2 മാധ്യമങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ടുഡേയിലും ഡെക്കൺ ക്രോണിക്കലിലും. രണ്ടും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റീജിയണൽ എഡിഷൻസ് പൂട്ടിപ്പോയി. നിലനിൽക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ പ്രശ്നമാണ്. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ആനുകാലികങ്ങൾ ചുമതല നോക്കുന്നുണ്ട്. ഈ പ്രിന്റ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഡിജിറ്റൽ മേഖലയ്ക്ക് എത്ര തന്നെ പരിമിതികളുണ്ടെങ്കിലും അത് നൽകുന്ന സാധ്യതകൾ ഉപയോഗിച്ച് അങ്ങനെ അതിൻ്റെ കൂടെ നിന്ന് നമുക്ക് പറയേണ്ടത് പറയുകയല്ലേ വേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ സംസാരിക്കാൻ. നന്ദി. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ലിറ്റിൽ മാഗസിന് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് കവിതയുടെ പ്രസക്തിയെക്കുറിച്ച് ബർത്തോൾട്ട് ബ്രെക്റ്റ് എഴുതിയൊരു കവിത അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 2 വരികൾ അത് ഏതാണ്ട് ഇപ്രകാരമാണ്: ഇരുണ്ട കാലഘട്ടത്തിലും കവിതകൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലഘട്ടത്തിനെക്കുറിച്ചുള്ള കവിതകൾ. ഇരുണ്ട കാലഘട്ടത്തിലും കവിതകൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലഘട്ടത്തിനെക്കുറിച്ചുള്ള കവിതകൾ. നന്ദി. നമ്മൾക്ക് ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ പ്രതികരണമോ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ഏതാണ്ട് 5-6 മിനിറ്റ് ഉണ്ട്. ഞാൻ സുരേന്ദ്രൻ. നയനതാരയെ കേൾക്കാനാണ് 100-ലധികം കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഞാൻ വരുന്നത്. ഷാജി സാർ എല്ലാവരെയും അറിയാം, പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ പ്രദീപ് സാറ് മലയാളത്തിലെ സമാന്തര പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എന്നെ വല്ലാത്ത അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം, സാറിൻ്റെ മൂക്കിന് താഴെയുള്ള നടരാജൻ പോണക്കാടിനെയും തെറ്റാടിയുടെ ഉദയനെയും ബാലചന്ദ്രൻ പാച്ചല്ലൂരിനെയും ഒക്കെ മറന്നുകൊണ്ടാണ് സാർ ആ പുസ്തകം ചെയ്തിട്ടുള്ളത്.
തീർച്ചയായിട്ടും എന്നെ ആദ്യമായി പോലീസ് തിരഞ്ഞു വരുന്നത് പാത എന്ന മാസിക കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്. പാത നയനതാര പറഞ്ഞ ആ ചെറിയ സൈസല്ല, ടാബ്ലോയിഡിലും ഇറങ്ങിയിട്ടുണ്ട്, അത് പല സൈസിലും ഇറങ്ങിയിട്ടുണ്ട്. അക്കാലത്ത് തിരുവനന്തപുരത്തൊക്കെ അത് നടന്നു വിൽക്കുകയോ, എനിക്ക് അത് പറയാൻ വിഷമമുണ്ട്. കാരണം എൻ്റെ മകനൊക്കെ നയനതാരയെ ഞാൻ നേരത്തെ 2-3 തവണ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കും എൻ്റെ മകനെ പോലെയാണോ നയനതാരയും എന്ന്. കാരണം എനിക്ക് എന്നെ വല്ലാതെ ഹണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ നടരാജൻ പാണക്കാട് എന്ന സമാന്തര പ്രസിദ്ധീകരണക്കാരൻ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് BR ഗീത. ഞാൻ മണമ്പൂർ രാജൻ ബാബു സാറിനെ പരിചയമുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. 1980s അവസാനത്തിൽ അല്ലെങ്കിൽ 90s ബിഗിനിങ്ങിലായിരിക്കണം ഞാൻ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇല്ലൻ്റെ മാസികയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അന്ന് ആ എഴുതിയ കവിത ഇപ്പോഴും ഓർമ്മിക്കുന്നു. അന്തർമുഖൻ എന്നാണ് ആ കവിതയുടെ പേര്. BR ഗീത. അത് ഓർമ്മയുണ്ടാവില്ല, കാരണം ആയിരക്കണക്കിന് ആൾക്കാർ എഴുതുന്നത് പോലെ കടന്നുപോയ വർഷങ്ങൾ കുറെ കഴിഞ്ഞല്ലോ. എന്നിട്ട് അതിലത്തെ 1-2 ലൈൻസ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുസ്തകത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാകണം. അന്തർമുഖൻ എന്നാണ് കവിതയുടെ പേര്. അന്തർമുഖനാകുന്നത് അറിയാൻ വെമ്പുമ്പോഴാണ്. പിന്നെ ബാക്കിയുള്ള ലൈൻസ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് അവസാനിക്കുന്നത് ഷണ്ഡസന്യാസത്തെ ചവിട്ടിത്താഴ്ത്തി അന്തർമുഖൻ അന്തരീക്ഷത്തിൽ ഓളിയിട്ടു എന്നാണ് ഇങ്ങനെ അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇപ്പോ അന്ന് നമ്മൾ ഒരു യൂത്തിന്റെ ഏർലി യൂത്ത് മെച്ചൂർ യൂത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഇന്നാണ് ഷണ്ഡസന്യാസത്തെ ചവിട്ടിത്താഴ്ത്തിന്നെങ്ങാനും എഴുതിയിരുന്നെങ്കിൽ എന്തായിരിക്കും റിസൾട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഏകദേശം അറിഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് ഇതിനേക്കാളും കടുപ്പത്തിൽ എഴുതിയിരുന്ന ഒരുപാട് ആൾക്കാരെ അതിനകത്തുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദി സാറിന്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബഷീർ. ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ആളാണ്, പക്ഷെ സാഹിത്യ രചനകളല്ല, അക്കാഡമിക് റൈറ്റിങ്ങിലുള്ള ആളാണ്. 27 വർഷം മുമ്പാണ് ഒരു ഇൻലൻഡ് മാഗസിൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ വിവാഹശേഷം കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പം അന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ റീൽസിന്റെ കണ്ടുപിടുത്തം, സാഹിത്യത്തിലെ റീൽസിന്റെ കണ്ടുപിടുത്തം മണമ്പൂർ രാജൻ ബാബു ആണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ തോന്നി. അന്ന് അങ്ങനെ തോന്നിയിരുന്നില്ല. അന്ന് ഒരു അത്ഭുതം ആയിരുന്നു. കാരണം ഞാൻ 100, 200, 500, 1000 പേജുകളുള്ള പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അത്തരം എഴുത്തുകാരൊക്കെ 1 വരി 2 വരിയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു മാഗസിൻ കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ പരിച്ഛേദമാണ് ഈ റീൽസിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, ഒരു റീൽസ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേഷനാണ്, അതൊരു സാധ്യതയാണ്. ആ സാധ്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ആളുകളെ തിരിച്ചറിയാൻ, ഏതെങ്കിലും രീതിയിൽ എനിക്ക് വായിക്കണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം റീൽസിലൂടെയാണ്. അത് 1 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റും 10ഉം 1 മണിക്കൂറിലേക്കൊക്കെ നീണ്ടുപോകും. അതുപോലെ തന്നെയാണ് എഴുത്ത്. ആ ഇൻലൻഡ് മാഗസിന്റെ തുടക്കം ഈ റീൽസിന്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള ഈ ലിറ്റിൽ മാഗസിനുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഡിജിറ്റലിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ നമ്മൾക്ക് ഒരു കമന്റ് കൂടി പറയാനായിട്ടാണ്. അപ്പം ഇവിടെ പറഞ്ഞിരുന്നു, ദരിദ്രാവസ്ഥയിലുള്ള അച്ചുകൂടങ്ങളാണ് പലപ്പോഴും ലിറ്റിൽ മാഗസിൻസ് ഇറക്കിയിട്ടുള്ളത്. ദരിദ്രാവസ്ഥയിലുള്ള അച്ചുകൂടങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ അത് സമ്പന്നവുമായിരുന്നു. അപ്പോൾ ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതാണ്, നിർവചിക്കപ്പെടേണ്ടതാണ്. ലിറ്റിൽ മാഗസിനുകളുടെ പ്രസക്തി എന്ന് പറയുന്നത്, നമ്മളൊരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് കല്ലുകൾ ഉണ്ടാവും. പുഴ ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന കല്ലുകൾ ഉണ്ടല്ലോ, അത് രൂപപ്പെട്ട് വരുന്നത്, അതിനുശേഷം അത് രൂപപ്പെട്ട് വന്നിട്ടാണ് ഒരു ഉരുളൻ കല്ലായിട്ട് മാറുന്നത്. അത്തരം രൂപപ്പെടാത്ത കല്ലുകൾ, ഒരുപാട് മൊനയും ഒക്കെ ഉള്ള കല്ലുകളുടെ ഒട്ടും എല്ലാ വ്യവസ്ഥകളോടും കലഹിക്കുന്ന കല്ലുകളെ രൂപപ്പെട്ട് വരുത്തിയത് എൻ്റെ ഒരു ചരിത്രമാണ് ലിറ്റിൽ മാഗസിനുകൾക്കുള്ളത്. ആ ലിറ്റിൽ മാഗസിനുകൾ നിലനിൽക്കുക തന്നെ ചെയ്യണം. വ്യവസ്ഥിതികളോട് കലഹിക്കുന്ന യൗവനവും അതുപോലെ ഏത്
വ്യവസ്ഥിതിയോട് കലഹിക്കുന്ന എല്ലാവർക്കും എഴുതപ്പെടാനുള്ള ഒരു സാധനമാണ് ലിറ്റിൽ മാഗസിനുകൾ എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൽ മീഡിയ ലിറ്റിൽ മാഗസിനുകൾ ഇപ്പൊ ഈ ദരിദ്രാവസ്ഥയിലുള്ള പേജുകളെയൊക്കെ ഒരു കൈയക്ഷരം ഒരാളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ദരിദ്രാവസ്ഥയിലുള്ള പേജുകൾ മറച്ചു വെക്കുന്ന ഒരു മീഡിയ കൂടിയാണ് ലിറ്റിൽ മീഡിയ എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൽ മീഡിയ ലിറ്റിൽ മാഗസിനുകളെ കൂടുതൽ പരിപോഷിപ്പിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ലിറ്റിൽ മാഗസിനുകൾ ഡിജിറ്റൽ മീഡിയയിൽ കൂടി നിലനിൽക്കണം. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പല ഇവിടുത്തെ മാഗസിനുകളും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഉരുളൻ വളരെ ഷേപ്പ് പ്രാപിച്ചു വന്ന മോശമായിട്ടുള്ള കവിതകളെയും കഥകളെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു റിയൽ കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ധർമ്മം അതിന് നിർവഹിക്കാനുള്ളത് കൊണ്ട് ഡിജിറ്റൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും ലിറ്റിൽ മാഗസിനുകൾ നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സമ്മാനം എനിക്ക് നൽകിയ ആളെ പറയാൻ വിട്ടുപോയി. അത് ഇന്ന് മാഗസിൻ എൻ്റെ ആളായിട്ടുള്ള മണമ്പൂർ രാജൻ ബാബുവാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. ഇത്രയും നല്ലൊരു സദസ്സ് അത്ര തന്നെ ഒരു ആകർഷകം ആയിരിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു വിഷയത്തിൻ്റെ ചർച്ച കേൾക്കാൻ വേണ്ടി ഇവിടെ വളരെ പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സ് ഉണ്ടായി എന്നത് നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നു. അതുകൊണ്ട് തന്നെ ലിറ്റിൽ മാഗസിൻസിന് ഒരു നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ജീവിതത്തിലൊരു വലിയ പങ്കുണ്ട്. അത് ഡിജിറ്റൽ യുഗത്തിലും അത് പല രീതികളിൽ അതിനോട് സമരസപ്പെട്ടിട്ടാകാം, അഡാപ്റ്റ് ചെയ്തിട്ടാവാം, അത് തുടരും. വിധ്വംസകം എന്ന് നമ്മൾ വിചാരിക്കുന്ന ചിന്തകൾക്ക് സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഈ ചർച്ചയും ഈ എൻ്റെ ഒപ്പമുള്ള എല്ലാ ഈ രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകിയ സുഹൃത്തുക്കൾക്ക് വളരെ നന്ദി. അതുപോലെ സദസ്സിനും നന്ദി. നമസ്കാരം. ഡിജിറ്റൽ യുഗത്തിൽ പോലും ലിറ്റിൽ മാഗസിനുകൾക്ക് ഏറെ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയും ഒപ്പം കുറച്ച് ആശങ്കകളും പങ്കുവെച്ചുകൊണ്ട് ലിറ്റിൽ മാഗസിനുകളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ പാനൽ ചർച്ച ഇവിടെ സമാപിക്കുന്നു. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംബന്ധിച്ച ശ്രീ EV രാമകൃഷ്ണൻ മാഷ്, ശ്രീ മണമ്പൂർ രാജൻ ബാബു, ശ്രീ പ്രദീപ് പനങ്ങാട്, ശ്രീമതി NG നയനതാര, ശ്രീ സുരേഷ് എതിർദിശ, ശ്രീ KN ഷാജി എന്നിവർക്ക് ഏറെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. വേദി പോലെ തന്നെ പ്രൗഢമായിരുന്ന സദസ്സിനും ഏറെ സ്നേഹത്തോടെ നന്ദി.